പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ എന്താണ്, വാട്ട് ഇസ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ, ഇതാണ് കാണാൻ വേണ്ടി പോകുന്നത്. ആൻഡ് എന്താ പറയാ, നമ്മള് പോസ്റ്റ് മോഡേൺ എന്ന് പറയുമ്പം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലെ. സോ ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. നിങ്ങൾക്ക് പോസ്റ്റ് മോഡേൺ എന്ന് കേൾക്കുമ്പോൾ what is the thing that comes to your mind? നിങ്ങൾക്ക് എന്താ അറിയാവുന്ന അല്ലെങ്കിൽ എന്താ അറിയാത്തത്? ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഇതൊരു നോളജ് ഷെയറിംഗ് സെഷൻ ആയിട്ട് കാണാം. ബിക്കോസ് ഐ മേ ഗെറ്റ് സംതിങ് ഫ്രം യു, യു മേ ഗെറ്റ് സംതിങ് ഫ്രം മീ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെഷൻ ആയിട്ട് കാണുക. ഡു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത്, ഐ മീൻ തിങ്ക് ചെയ്യാം, വാട്ട് കംസ് ടു യുവർ മൈൻഡ് വെൻ യു ഹിയർ അബൌട്ട് പോസ്റ്റ് മോഡേണിസം? ഒന്ന് പറയാമോ? ആഫ്റ്റർ മോഡേണിസം, ഓഫ് കോഴ്സ്, ഒബ്വിയസ്ലി പോസ്റ്റ് മോഡേണിസം എന്ന് പറയുമ്പോൾ പോസ്റ്റ് മോഡേണിസം, ആഫ്റ്റർ മോഡേണിസം, ഫൈൻ. വേറെ എന്തെങ്കിലും, എനിത്തിങ് ദാറ്റ് സ്ട്രൈക്സ് യു നമ്മൾ പോസ്റ്റ് മോഡേണിസം എന്ന് കേൾക്കുമ്പോൾ? യാ ഫൈൻ, ഓക്കെ, അൺമ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഫൈൻ, ഇറ്റ്സ് ഓക്കെ ഇഫ് ദേ ചാറ്റ് വിത്ത് മീ. സബ്ജക്ടിവിറ്റി, വെരി ഗുഡ്, നല്ലൊരു പോയിന്റ് ആണ്. പിന്നെ ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, ഫൈൻ, യാ, ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, ഓൾമോസ്റ്റ് അല്ലേ ഇപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞുതരും. ഫ്രാഗ്മെന്റഡ് തോട്ട്സ്, റൈറ്റ്. പിന്നെ ടെക്സ്ച്വാലിറ്റി, ഗുഡ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഐ ഗോട്ട് എവറിത്തിങ്. കാരണം എവറിത്തിങ് പറയില്ല ഞാൻ, എന്താണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ നമ്മുടെ ടോപ്പിക്. ഇന്ന് ടുഡേ ആ സെഷൻ വിൽ ബി ഓൺ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ. സോ ഒരു എക്സിസ്റ്റൻഷ്യലിസം. ഓക്കെ, യാ, റൈറ്റ്, ഫൈൻ. അപ്പൊ നമ്മള് എന്താ പറയാ, ഇന്ന് ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഞാൻ ഒരു ഇൻട്രോ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ടുഡേ വിൽ ബി ഡീലിംഗ് വിത്ത് വാട്ട് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ഇസ്. സോ ഒബ്വിയസ്ലി വെൻ വി ടോക്ക് അബൌട്ട് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ, നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മോഡേണിസം തന്നെയാണ്. റൈറ്റ്, നമ്മൾ മോഡേണിസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വി ഓൾസോ നോ ദാറ്റ് ദിസ് ഇസ് സംതിങ് ദാറ്റ് കെയിം ആഫ്റ്റർ ദി മോഡേൺ പീരിയഡ് അല്ലെ. മോഡേൺ പീരിയഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ശേഷം വന്നതായതുകൊണ്ട് തന്നെ വി നോ ദാറ്റ് ദെയർ ഇസ് സം കണക്ഷൻ ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. ഈ പറഞ്ഞൊരു മോഡേണിസവും ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന സംഭവം തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. വി നോ ദാറ്റ് ദെയർ ഇസ് സംതിങ് ഹാപ്പനിങ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. പക്ഷേ there are certain differences, കുറച്ച് ഡിഫറൻസസ് വരുന്നുണ്ട്. എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ സീ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓർ വാട്ട് ഡിഫറൻഷിയേറ്റ്സ് വാട്ട് ഹാപ്പൻസ് ബിറ്റ്വീൻ ദിസ് മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകും. ആൻഡ് ദെൻ അതിനുശേഷം പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഒരു തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതിന്റെ ഒന്ന് രണ്ട് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് തിങ്കേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് ബി ക്ലിയർ ടു ഓൾ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ചോദിക്കാം. ഫൈൻ, ഓക്കെ. അപ്പൊ നമ്മൾ പോസ്റ്റ് മോഡേൺ പീരിയഡിലേക്ക് വരുവാണ്, പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിലേക്ക് വരുവാണ്. ഓക്കെ, അപ്പൊ ഐ തിങ്ക് നിങ്ങൾക്ക് ഏറെക്കുറെ എന്താണ് യു നോ അബൌട്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ അല്ലെ. കുറെ പീരിയഡ്സ് നമുക്കുണ്ട്. ബിഗിനിങ് ഫ്രം ദി ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് വി ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് റൈറ്റേഴ്സ്. ഒരുപാട് സെറ്റ് ഓഫ് റൈറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട് ആൻഡ് സെവറൽ തിങ്സ് ലൈക്ക് അങ്ങനെ ഒരുപാട് പീരിയഡ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് തോട്ട് പ്രോസസ്സസ് വന്നിട്ടുണ്ട്. അതിലൊക്കെ തന്നെയും വി സീ ദാറ്റ് ദേർ വെർ സെവറൽ ഒരുപാട് എന്താ പറയാ മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ട്രെൻഡ്സ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പൊതുവെ നമ്മളിപ്പോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എടുത്ത് നോക്കി കഴിയുമ്പോൾ, am I audible? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഇഫ് there is any problem with my audio, please do tell me. ഞാൻ അറിയില്ല. ഓക്കെ, സോ യാ, അപ്പൊ when we look at British literature, അതായത് beginning from this old English period, what happens is that അപ്പൊ എന്താണ് when we begin with this old English period അല്ല. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാൻ അതിന് മുന്നേ ഒരു കാര്യം നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മോഡേൺ എന്ന് പറയുന്ന വേർഡും മോഡേണിസം എന്ന് പറയുന്ന വേർഡും ഓക്കെ, എന്താണ് വി ആർ ഡീലിംഗ് വിത്ത് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ. പക്ഷേ ബിഫോർ ഡീലിംഗ് വിത്ത് പോസ്റ്റ് മോഡേണിസം ഇറ്റ്സ് വെരി നെസസറി ദാറ്റ് യു നോ വാട്ട് മോഡേണിസം ഇസ്. മോഡേണിസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And അതിന്റെ മുന്നേ what is the difference between this term called modern and modernism? ഓക്കെ, ഈ മോഡേൺ എന്ന് പറയുന്ന ടേമും മോഡേണിസം എന്ന് പറയുന്ന ടേമും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, എന്തായാലും ഡിഫറെന്റ് ആണ്. ഓക്കെ, അതിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. മോഡേൺ എന്ന് പറയുന്ന ഒരു ടേം, ദാറ്റ് ഈസ് നമ്മളിപ്പം ചോസറിനെ വി കോൾ ഹിം ടു ബി ദി മോഡേൺ ഇംഗ്ലീഷ് പോയിറ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പോയിറ്റ് എന്നൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ മോഡേണും ഈ മോഡേണിസവും തമ്മിൽ ഡിഫറെന്റ് ആണ്, ഇറ്റ്സ് വെരി ഡിഫറെന്റ്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, മോഡേൺ എന്ന് പറയുമ്പോൾ ഇൻ ദി ലിറ്ററൽ സെൻസ് ഇറ്റ് മീൻസ് ദാറ്റ് സംതിങ് ദാറ്റ് ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ദാറ്റ് എക്സിസ്റ്റഡ് പ്രീവിയസ്ലി.
ഇതിന്റെ മുന്നേ എന്തായിരുന്നു അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് എ പേരൻസ് ടെല്ലിങ് അസ് നീ ഭയങ്കര മോഡേൺ ആയി പോയി എന്ന് പറയും. ഓക്കെ, ആൻഡ് നമുക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ വി ടെൽ ദം ദാറ്റ് നീ ഭയങ്കര മോഡേൺ ആണെന്ന് പറയും. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? ഈ പറഞ്ഞൊരു ട്രഡീഷണൽ വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് വി ആർ ഹാവിങ് സംതിങ് യുനോ എന്താണ് നമുക്ക് എന്താണ് ആ ചേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോഡേൺ എന്ന് പറഞ്ഞ വേർഡിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ചോസറിന് നമ്മൾ എന്ത് പറയുന്നത്, ഫാദർ ഓഫ് ദിസ് മോഡേൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പുതിയ രീതിയിൽ പോയിട്രി കൊണ്ടുവന്ന ആള് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ചോസറിനെ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ബട്ട് ഹിയർ ദി വേർഡ് മോഡേണിസം ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. അപ്പൊ ഇനി നമ്മൾ മോഡേണിസത്തിലേക്ക് വരുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ പറ്റുന്ന വെച്ചാല് ഒരു ബ്രിട്ടീഷ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു മിഡീവൽ പീരിയഡ് വരെ, ദാറ്റ് ഇസ് ഒരു ടിൽ ദി 15th century വി സോ ദാറ്റ് ഹ്യൂമൻ ബീങ്സിന് ഒരു ഭയങ്കര എന്താ പറയാ ഭയങ്കര സിന്നേഴ്സ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഭയങ്കര പാപികളാണ്, ലൈക് കമ്മിങ് ഫ്രം ദറ്റ് ഗോഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതൊക്കെ വെച്ച് അതിന് ശേഷം വന്നൊരു പീരീഡ് ആണ്. അപ്പൊ 15th century വരെയും വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ഭയങ്കര സിന്നേഴ്സ് ആണ്, അവർ മോശക്കാരാണ്, there was nothing like freedom, ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരുന്നു ലിവിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ആഫ്റ്റർ ദി 15th century അല്ലെങ്കിൽ ഒരു റിനൈസാൻസിന്റെ ഒരു സമയം തൊട്ടിട്ട് നമുക്ക് കാണാൻ പറ്റിയ എന്താന്ന് വെച്ചാൽ ഈ ഒരു ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. ഹ്യൂമൻ ഐഡിയൽസിൽ ഒരു വിശ്വാസം വന്നു തുടങ്ങി. പീപ്പിൾ സ്റ്റാർട്ടഡ് ബിലീവിംഗ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് സംതിങ്. ശരിയായ ചില വാല്യൂസ് ഉണ്ടെന്നും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള നോളജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമുക്ക് എന്താണ് നമുക്ക് യൂണിവേഴ്സിൽ ഒരു ബെറ്റർ പ്ലേസ് കിട്ടുന്നു, നമുക്ക് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ള കുറെ തോട്ട് ഒക്കെ വന്നു തുടങ്ങി. ഓക്കെ, അത് വന്നത് എപ്പോഴാണ്? മിഡീവൽ പീരീഡിന് ശേഷമാണ്. ദാറ്റ് ഇസ് ആഫ്റ്റർ ദി പോസ്റ്റ് ദിസ് 15th century. അപ്പൊ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. 16, 17, 18, 19th century വരെയും എന്ത് പറ്റി, ഈ ഒരു രീതി തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് ഓരോ ഏജിലും അതിങ്ങനെ മാറിക്കൊണ്ടിരുന്നു. പക്ഷെ ദിസ് പ്രൈമറി തിങ് ദാറ്റ് ഹ്യൂമൻ ബീങ്സിന് എന്താണ് ഒരു നല്ല ലൈഫ് നയിക്കാൻ പറ്റും, ആ ഒരു പോസിറ്റീവ് നോട്ട് എന്ന് പറയുന്നത് എന്ത് പറ്റി, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ദിസ് 16th century, സോറി ഒരു 18th centuryക്ക് ശേഷം, ഫ്രം ദി ബിഗിനിങ് ഓഫ് 19th century നമ്മൾ ഇതിനകത്തൊരു ചേഞ്ച് കണ്ടു തുടങ്ങി. ഓക്കെ, അപ്പൊ തൊട്ടിട്ടാണ് നമുക്ക് മോഡേണിസം വന്നിട്ടുള്ളത്. ഓക്കെ, അതിലെന്താണ് കുറെ ഇപ്പം നമ്മളിപ്പം എന്ത് ഇപ്പം ലിറ്ററേച്ചറിലാണെങ്കിലും അല്ലെങ്കിൽ ലൈഫിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം വരുന്നത് കുറെ സിറ്റുവേഷൻസ് ആണ്. ദർ ആർ സർട്ടൻ തിങ്സ് ദറ്റ് ഹാപ്പൻ. ഇപ്പൊ നമുക്കറിയാം കോവിഡ് വന്നു. കോവിഡ് വന്നതിന് ശേഷം വി സോ എ കംപ്ലീറ്റ് ചേഞ്ച് അല്ലെ, നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി, നമ്മൾ കാര്യങ്ങൾ പെർസ്യൂ ചെയ്യുന്ന രീതി മാറി. എനി പ്രോബ്ലം? ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ എവിടെയായിരുന്നു? So what happened? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇവിടെയായിരുന്നു. That is after COVID we saw that there is this drastic changes. ഒരുപാട് ചേഞ്ചസും ഒരുപാട് ഡിഫറൻസസും വന്നു തുടങ്ങി. The way we perceive things, the way we do things, നമ്മളുടെ രീതികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് മോഡേൺ പീരിയഡിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. And it was not just about World War. Okay, World War എന്ന് പറയുന്ന എലിമെന്റ് മാത്രമായിരുന്നു. It was not the only thing that contributed to this change in thinking of people. World War of course വളരെ വലിയൊരു റീസൺ ആയിരുന്നു. പക്ഷേ it was not just that. അത് മാത്രമായിരുന്നില്ല റീസൺ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ how did that affect people? അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് തുടങ്ങാം. Okay, we'll start from there, like what happened during the modern period. Okay, അപ്പൊ നമ്മള് മോഡേൺ പീരിയഡിൽ അല്ലെങ്കിൽ എപ്പോഴും മനുഷ്യരുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് we always want something to rely on. അല്ലെ, നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? നമുക്ക് ജീവിക്കാനാണെങ്കിലും എന്താ പറയാ ലൈക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ we need several things that we need to rely on. നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് വേണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പീക്കർ പുള്ളിയുടെ ഒരു എന്താണ് ടോക്കിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ ഈ നിരീശ്വരവാദികളൊക്കെ പോയിട്ട് there might be people who do not believe in God and they go to people who believes in God. Okay, അപ്പൊ അങ്ങനെ ചില ആൾക്കാർക്ക് എന്താണ് ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല, ആകെയുള്ള ഒരു അത്താണി എന്ന് പറയുന്നത് ഈ ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. ലൈഫിൽ വേറെ ഒരു ഹോപ്പും ഇല്ല. പക്ഷെ അവര് വിചാരിക്കും എന്തെങ്കിലും ഒരിക്കലും ദൈവം എന്തെങ്കിലും ഒരു മിറക്കിൾ കാണിക്കുമായിരിക്കും, എന്റെ ലൈഫ് നന്നാവുമായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ടീം ഉണ്ടാവും. ഓക്കെ, അവരെടുത്ത് പോയിട്ട് ഈ നിരീശ്വരവാദി എന്ന് പറയാണ് ദൈവം എന്ന് പറഞ്ഞ ഒരാളില്ല, എല്ലാം ശാസ്ത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വലിയൊരു വിശ്വാസമാണ് തകർന്നു പോകുന്നത്. അവർക്ക് പിന്നെ മുന്നോട്ടേക്ക് ജീവിക്കാൻ ഒരു എന്താ പറയാ ഭയങ്കര ഹോപ്പ്ലെസ്നെസ് ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു ഹോപ്പ്ലെസ്നെസ് ആണ് നമ്മൾ മോഡേൺ പീരിയഡിൽ കണ്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ ആളുകളുടെ ലൈഫിൽ ദാറ്റ് ഇസ് വാട്ട് യു സോ ദേർ. ഓക്കെ,
അപ്പൊ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം, വി ക്യാൻ സേ ദാറ്റ് സർട്ടൻ പില്ലേഴ്സ്, ഒരു ഫെയ്ത്തിന്റെ പില്ലേഴ്സ് ഒക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വൺ വാസ് ഗോഡ്. ഓക്കെ, സോ മോഡേൺ പീരീഡിൽ ആദ്യം അവരുടെ തകർന്നു പോയ വിശ്വാസം ആരുടെ അടുത്തായിരുന്നു? ഗോഡിന്റെ അടുത്തായിരുന്നു. ബിക്കോസ് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ചാൾസ് ഡാർവിൻ കേം അപ്പ് വിത്ത് ദിസ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ഒക്കെ ആയിട്ട് വന്നു. എന്നിട്ട് ഹി സേസ് ദാറ്റ് ദൈവം എന്ന് പറയുന്ന ആളൊന്നും അല്ല കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ബട്ട് ഹ്യൂമൻ ബീങ്സ് വെർ ബോൺ ഓർ ദേ വെർ ലൈക് ദേ വെർ പാർട്ട് ഓഫ് ദിസ്, അല്ലെങ്കിൽ അവരെന്താണ് ഈ പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഈ എന്താണ് മനുഷ്യൻ ഫോം ചെയ്തിട്ടുള്ളതെന്നും ഇറ്റ് വാസ് നോട്ട് അബൌട്ട് ഈ പറഞ്ഞൊരു ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും ഒന്ന് കാണിച്ചുകൊണ്ടല്ല മനുഷ്യർ വന്നത് എന്നൊരു എന്താണ് ഒരു ഡോക്ടറിനാണ് ഡാർവിൻ എന്ത് ചെയ്തത്? ഡാർവിൻ മുന്നോട്ടേക്ക് വെച്ചത്. ഓക്കെ, നൗ ദാറ്റ് വാസ് എ മേജർ പ്രോബ്ലം. കാരണം അത് വളരെ വലിയൊരു ഷേക്ക് ഉണ്ടാക്കി. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഗോഡ് എന്ന് പറയുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് വേറെ കുറെ സംഭവങ്ങൾ നിൽക്കുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇസ് ഇറ്റ് വെൻ ഹി കെയിം അപ്പ് വിത്ത് ദിസ് തിങ്, കുറെ സാധനങ്ങൾക്ക് എന്ത് പറ്റി? കുറെ വിശ്വാസങ്ങൾക്ക്, അല്ലെങ്കിൽ മനുഷ്യന്റെ വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുണ്ടായിരുന്ന ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനാണ് അടികൊണ്ടത്. Okay, so that is the first thing that made people shake, that made people feel very weird. കാരണം അതുവരെ അവർ വിശ്വസിച്ചിരുന്നത് ഗോഡ് അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു തിയറിയുമായിട്ട് we saw Darwin coming. Okay, another thing is this individual, അതായത് മനുഷ്യന് അവനിൽ തന്നെയുള്ള ഒരു വിശ്വാസം, that is people believed in themselves. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു പ്രസക്തി. That is during this ഒരു ഞാൻ പറഞ്ഞു ഈ മെഡീവൽ പീരീഡിന് ശേഷം സംഭവിച്ചൊരു കാര്യമായിരുന്നു. റിനൈസോൺസിന്റെ ഒരു സമയം തൊട്ടിട്ട് ഹ്യൂമനിസം എന്ന് പറയും. യു വിൽ നോ അബൌട്ട് ഇറ്റ്. നമ്മൾ എന്തായാലും മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഏതായാലും ഇതല്ലെങ്കിൽ വേറൊരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ കേൾക്കട്ടോ. So humanism എന്ന് പറയുന്ന ഒരു സംഭവം, that is people started believing in human values, അല്ലെങ്കിൽ human beings have the ability, ഈ നോളജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട്, there is truth that exists, and what can people do? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ നോളജ് സീക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ബൈ സെർച്ചിങ് ഫോർ നോളജ്, ബൈ ഗെയിനിങ് നോളജ്, they will be able to like they'll be able to make the universe a better place. ഈ ലോകത്തെ തന്നെ വളരെ നല്ലൊരു സ്പേസ് ആക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, നൗ ഇതിനും അടിപറ്റി. അതെങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ we had Sigmund Freud coming up with this interpretation of dreams. Okay, interpretation of dreams എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് what he said is that നമ്മൾ most of you might have seen that iceberg image of mind, human mind എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതെന്ന്. അതിനകത്തൊരു 30% മാത്രമേ കോൺഷ്യസ് ലെവലിൽ നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇറ്റ് ലൈസ് beneath. അതൊരു അൺകോൺഷ്യസ് മൈൻഡ് ആണ്. ആൻഡ് വാട്ട് എവർ ഹാപ്പൻസ് ടു ഹ്യൂമൻ ബീങ്സ്, അതെല്ലാം തന്നെ എന്താണ്? അൺകോൺഷ്യസ് മൈൻഡിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളൊരു തിയറിയുമായിട്ട് വി സോ ഫ്രോയിഡ് കമ്മിങ് അപ്പ്. ഓക്കെ, അപ്പൊ അതും എന്ത് പറ്റി? വളരെ വലിയൊരു പ്രശ്നമായി. പീപ്പിൾ സ്റ്റാർട്ടഡ് ലൂസിങ് ബിലീഫ് ഇൻ ഇൻഡിവിജ്വൽ. ഓക്കെ, അവരവരിൽ തന്നെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി. ഓക്കെ, ദാറ്റ് വാസ് അനദർ തിങ്. പിന്നെ വേറൊരു വിശ്വാസമായിരുന്നു, ലൈക് പീപ്പിൾ ബിലീവ്ഡ് ഇൻ കിങ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡിവൈൻ തിയറി ഒക്കെ അറിയാം. ലൈക് പീപ്പിൾ ബിലീവ് ദാറ്റ് കിങ്സ് വെർ അപ്പോയിന്റഡ് ബൈ ഗോഡ്. ദൈവം എന്താണ് കിങ്ങിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതാണ് ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, അല്ലെങ്കിൽ ടു ലുക്ക് ആഫ്റ്റർ ദി നീഡ്സ് ഓഫ് പീപ്പിൾ. അതിന് വേണ്ടിയിട്ടാണ് കിങ്സിനെ അപ്പോയിന്റ് ചെയ്തത് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഡ്യൂറിംഗ് ദി എറ വാസ് ദാറ്റ് വി സോ മാർക്സിസം കമ്മിങ് അപ്പ്. Okay, Karl Marx വരുന്നു, and this theory of Marxism, Marxist class അല്ലെങ്കിൽ ക്ലാസ് കോൺഫ്ലിക്റ്റും കമ്മ്യൂണിസം ഇതൊക്കെ കൂടെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ പീപ്പിൾ റിയലൈസ് ഈ കിങ് എന്ന് പറയുന്ന ആളാണ്, he is the real problem for all the he's the real problem behind all their problems. അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു കോർ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സിസ്റ്റം ആണ്. ദാറ്റ് ഈസ് എങ്ങനെ ക്ലാസ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നു. there is a supreme power called king. അപ്പൊ ഈ കിങ് ആണ് എന്താ പറയാ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ബിഹൈൻഡ് എവറി പ്രോബ്ലംസ് ദേ ഹാവ് ദിസ് കിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടെ വന്നപ്പോഴത്തേക്ക് അഗൈൻ വി സീ ദാറ്റ് ദിസ് കിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെയും അവർക്ക് എന്താണ് അത്രയും കാലം അവർ വിശ്വസിച്ച് വന്നത്. ബിക്കോസ് ഇത് നമ്മൾ പറയുമ്പോൾ ഒരു സ്ലൈഡിൽ വി ഹാവ് ഇൻക്ലൂഡഡ് ഇറ്റ്, ബട്ട് ഇതൊക്കെ തന്നെയും ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ബിലീഫ് ഓഫ് പീപ്പിൾ. ഒരുപാട് കാലം ദി ബിലീവ്ഡ് ഇൻ ദീസ് തിങ്സ്. ആൻഡ് അതിനുശേഷം വന്ന ഒരു ഭയങ്കരമായ മാറ്റമായിരുന്നു ഇതെല്ലാം. ഓക്കെ, another thing is democracy. Okay, കിങ്ങിന് വിശ്വാസം ഇല്ല, അതിനുശേഷം ഡെമോക്രസി വന്നു. ഫൈൻ. അപ്പൊ ഡെമോക്രസി വന്നപ്പോ എന്താണ് സംഭവിച്ചത്? കാരണം ഡെമോക്രസിയിലും അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അവിടെ നമ്മുടെ വേൾഡ് വാർസ് കളിച്ച കളി വളരെ ഭീകരമായിരുന്നു. ബിക്കോസ് they saw this people being tortured, വളരെയധികം ടോർച്ചർ ചെയ്യപ്പെട്ട, പോവർട്ടി കണ്ടു, പീപ്പിൾ സഫറിങ്,
a lot of thousands and millions of people were killed. അപ്പൊ ഒരുപാട് പേര് മരിക്കുന്നു, ഒരുപാട് പേര് എന്താ പറയാ സയൻസ് എന്ന് പറയുന്നത്, that is they believed in science. Okay, സയൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്ന് അവർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. But what we saw after the world wars, like first world war കഴിഞ്ഞു, second world war കഴിഞ്ഞു, we saw this nuclear bombs being dropped. കാരണം ഒരുപാട് എന്താ പറയുക പ്രസന്റിനെ മാത്രമല്ല ഫ്യൂച്ചറിനെ പോലും ബാധിക്കുന്ന രീതിയിൽ അത്രയും ഡിസ്ട്രക്ഷൻ മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു റിയാലിറ്റി ആൾക്കാരുടെ മുന്നിൽ തുറക്കപ്പെട്ടു. ഓക്കെ, സോ അഗൈൻ ബിലീവ് ഇതൊക്കെ ഡെമോക്രസി ഉള്ള സമയത്താണ് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ അവർക്ക് ഡെമോക്രസി എന്ന് പറയുന്ന സംഭവത്തിൽ മനുഷ്യന് എന്താണ് വിശ്വാസം നഷ്ടപ്പെട്ടു. they lost their faith even in democracy. Okay, same applies with science. കാരണം people believed that science was like part of their progress, അല്ലെങ്കിൽ അവർക്ക് പ്രോഗ്രസീവ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് സയൻസ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ അതും സംഭവിച്ചില്ല. ഇൻസ്റ്റെഡ് പീപ്പിൾ were killed. ഒരുപാട് പേര് എന്താണ് മരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡെത്ത് മാത്രമല്ല, ഒരുപാട് പേര് like they were left homeless, they were poor, they became unemployed, financial problems എല്ലാം സംഭവിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് എറൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് ആണ് മോഡേണിസം എന്ന് പറയുന്നത്. നൗ പീപ്പിൾ സ്റ്റാർട്ടഡ് ലൂസിങ് ബിലീഫ് ഇൻ എവറിഥിങ്. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ലിറ്ററേച്ചർ? അപ്പൊ നമ്മൾ മോഡേൺ പീരിയഡിലുള്ള ലിറ്ററേച്ചറിൽ എന്താ നമ്മൾ കാണുന്നത്? The thing is that they lost belief in everything and now they are searching for some kind of solution. Okay, എന്തെങ്കിലും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് സൊസൈറ്റി ഫ്രാഗ്മെന്റഡ് ആയി, people lost belief in everything. ദൈവത്തിൽ വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. And now they are searching for some kind of solution. എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സെർച്ചിലേക്കാണ് മനുഷ്യൻ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ the literature portrayed those things. And that is what we saw in works like T.S. Eliot's Wasteland. Okay, Wasteland ആണ് നമ്മൾ എപ്പോഴും ഒരു മോഡേൺ പോയം എന്നൊക്കെ എടുത്തു പറയുമ്പോൾ നമ്മൾ വേസ്റ്റ്ലാൻഡിനാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ടൈറേഷ്യസ് ഡൂയിങ് ഇൻ ദാറ്റ് പോയം? ടൈറേഷ്യസ് എന്താണ് ആ ഫ്രേഗ്മെന്റൽ വേൾഡിനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ രാജ്യം മുഴുവൻ നോക്കിയിട്ട് ടൈറേഷ്യസ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അങ്കലാപ്പിൽ നിൽക്കുന്നതാണ്. അങ്ങനത്തെ കുറെ ഇമേജസ് ഒക്കെ ഉണ്ടാവും. അപ്പോ എന്താണ് പീപ്പിൾ ആർ സെർച്ചിങ് ഫോർ ദ സൊല്യൂഷൻ. മോഡേൺ പീരിയഡിൽ വന്ന ഒരു കാര്യമായിരുന്നു ദാറ്റ് ഈ പറഞ്ഞ എല്ലാത്തിലും ഉള്ള ഫെയ്ത്ത് മനുഷ്യന് നഷ്ടപ്പെട്ടു. ആൻഡ് നൗ റൈറ്റേഴ്സ് സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ സം കൈൻഡ് ഓഫ് സൊല്യൂഷൻ. എന്താണ് ഇതിനൊരു പരിഹാരം ഉള്ളത്? കാരണം നോളജ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റിയാലിറ്റി എന്ന് പറയുന്നത് ഉണ്ട്. ആൻഡ് അതിലേക്ക് എത്തിച്ചേരാൻ എന്താണ് ഒരു വഴിയുള്ളത്? വാട്ട് ഈസ് ദി വേ ടു ഗെറ്റ് ദാറ്റ് പോയിന്റ് എന്നുള്ള ഒരു സെർച്ച് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്താണ് ഒരു ഫസ്റ്റ് വേൾഡ് വാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മോഡേണിസത്തെ കാണാം. ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ ആണ് നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് മോഡേണിസം എറൈസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ ഇപ്പൊ പറഞ്ഞു തരുവാണ്. സ്ലൈഡ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഐ ബി ഡീലിംഗ് വിത്ത് ദാറ്റ്. ഓക്കെ, ആൻഡ് പോസ്റ്റ് മോഡേണിസം വരുന്നത് എപ്പോഴായിരുന്നു? ഇറ്റ് വാസ് ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ. നമ്മൾ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ മോഡേണിസം. ഓക്കെ, പോസ്റ്റ് മോഡേണിസത്തിൽ സംഭവിച്ചത് ഇറ്റ് വാസ് ജസ്റ്റ് ദാറ്റ് നമ്മള് ഏറ്റവും എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ട് പറഞ്ഞുതരാം. വെയിറ്റിംഗ് ഫോർ ഗോദോയ്ക്കകത്ത്, ദാറ്റ് ഈസ് ബെക്കറ്റിന്റെ പ്ലേക്കകത്ത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് യു മൈറ്റ് നോ ദി സമ്മറി ഓർ സംതിങ്. ഒരു പ്ലോട്ട് എന്താണെന്നെങ്കിലും നിങ്ങൾക്ക് വേഗമായിട്ടെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോയ്ക്കകത്ത് നമ്മൾ എന്താ കാണുന്നത്? വി സീ ദിസ് പ്രോബ്ലമാറ്റിക് വേൾഡ്. ഓക്കെ, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ പ്രശ്നങ്ങൾക്കൊന്നുള്ള സൊല്യൂഷൻ ആരും സീക്ക് ചെയ്യുന്നില്ല. ദി വേൾഡ് ഇസ് ലൈക്ക് ദാറ്റ്. വേൾഡ് അങ്ങനെ പ്രോബ്ലമാറ്റിക് ആണ്. ദി വേൾഡ് ഇസ് ഫ്രാഗ്മെന്റഡ്, വളരെ പെസിമിസ്റ്റിക് ആണ്, വളരെ എന്താണ് ലൈക്ക് സയൻസ് എന്ന് പറയുന്നത് മോശമാണ്, മനുഷ്യന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ദൈവത്തിന് വലിയ റോളില്ല, ഒക്കെ ശരി തന്നെയാണ്. ബട്ട് അവരൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് തപ്പി നടക്കുന്നില്ല. ദി ആർ നോട്ട് ഇൻ സെർച്ച് ഓഫ് എനി കൈൻഡ് ഓഫ് സൊല്യൂഷൻ ഫോർ എനിത്തിങ്. ഇൻസ്റ്റെഡ് വാട്ട് ഇസ് ദറ്റ് ഈ പറഞ്ഞതിനൊരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ലൈക്ക് പ്രോബ്ലമാറ്റൈസിങ് ദോസ് പ്രോബ്ലംസ്. ആ പ്രോബ്ലംസിനെ പ്രോബ്ലമറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നതിനാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ദേ ആർ നോട്ട് സെർച്ചിങ് ഫോർ എനി കൈൻഡ് ഓഫ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതിനെ അവർ സെർച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് മോഡേൺ ലിറ്ററേച്ചറിലും പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിലും വന്നൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇൻ മോഡേണിസം വി സോ ദാറ്റ് people were lamenting these things. Lament ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ പറയാം. മോഡേണിസ്റ്റ് ലെമെന്റഡ് ഓവർ ഓൾ ദീസ് ഈ പറഞ്ഞൊരു ബിലീഫിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിനെതിരൊക്കെ ആയിട്ട് ലെമെന്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ത് ചെയ്തു? ശരി തന്നെയാണ്, there is this loss of faith. എല്ലാ കാര്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ they were not lamenting. അതിനൊന്നും ലെമെന്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് അതിനെ സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്തത് ത്രൂ their works. ആൻഡ് സെലിബ്രേറ്റ് ചെയ്തത് എങ്ങനെയാണ്? അവർ ഈ പ്രോബ്ലംസിനൊക്കെ തുറന്നു കാണിച്ചു, ബട്ട് ദേ വർ നോട്ട് ഇൻ എനി കൈൻഡ് ഓഫ് സൊല്യൂഷൻ. അവർ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടും അവർ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
ഓക്കെ, അപ്പൊ ഇതാണ് മോഡേണിസം പോസ്റ്റ് മോഡേണിസം തമ്മിലുള്ള ഒരു പീരിയഡ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ചില ചേഞ്ചസ് വന്നത് ഇതൊക്കെയാണ്. ഓക്കെ, പുതിയ ചാറ്റ്സ് ഒന്നും വന്നിട്ടില്ല, മെസ്സേജസ് വന്നിട്ടില്ല. ഓക്കെ, ഫൈൻ, nobody comes, nobody goes, it's awful. അത് തന്നെയാണ് സംഭവം. അപ്പോ ഈ ഒരു സംഭവം ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം ക്ലിയർ ആണോ? Am I clear to all of you? Chicken. Yeah, okay. അതാരായിരുന്നു പറഞ്ഞത്? I can't see the people. I can see some names on my screen. I don't understand who's that. Fine. Okay. Okay. ഫൈൻ. അപ്പൊ ഇതാണ് നമ്മള് ബേസിക് ആയിട്ട് മോഡേണിസം പോസ്റ്റ് മോഡേണിസം. കാരണം എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിന്റ് ആണ് ഈ പറഞ്ഞൊരു മോഡേണിസം പോസ്റ്റ് മോഡേണിസം തമ്മിൽ. കാരണം ഇതിന്റെ ഐഡിയാസ് തമ്മിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തന്നത്. ദാറ്റ് ഈസ് ഇൻ വേസ്റ്റ് ലാൻഡ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ബെക്കറ്റിന്റെ TSNETന്റെ വേസ്റ്റ് ലാൻഡ് എടുക്കുമ്പോൾ അവിടെ ലെമന്റിങ് ആണ്, പ്രോപ്പർ ഈ സംഭവമാണ് കാണുന്നത്. ദേ ആർ ലെമന്റിങ് ഓവർ വാട്ട് ഇസ് ഹാപ്പനിങ്, ഈ ലോകത്ത് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടൈറേഷ്യസ് നടക്കുന്നത്. അല്ലെങ്കിൽ യു സീ എ ലോട്ട് ഓഫ് അൺഫെയ്ത്ത്ഫുൾ പീപ്പിൾ. ഇതിനൊക്കെ എന്താ പറയാ, ലെമന്റിങ് ആണ് ചെയ്യുന്നത്. അതിന്റെ മേലെ എന്താണ് ഒരു സോറോ, അത് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ പോസ്റ്റ് മോഡേണിസ്റ്റ്സ് അങ്ങനെയല്ല, ദേ ആർ സെലിബ്രേറ്റിംഗ് ഇറ്റ്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആൻഡ് പക്ഷെ വെറുതെ ഇരിക്കുകയല്ല, ദേ നോട്ട് കീപ്പിംഗ് മം, ഇൻസ്റ്റഡ് ദേ ആർ പ്രോബ്ലമാറ്റൈസിങ്. ഈ പ്രോബ്ലംസ് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ആയിട്ടൊന്നും ആരും ഇറങ്ങി നടക്കുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ. വെയിറ്റിംഗ് ഫോർ ഗോദോയ്ക്കകത്ത് നമ്മൾ വ്ളാഡിമിറിനെ എസ്ട്രഗോണിനെയും കാണുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പലതാണ്. അവർക്ക് ഷൂസ് കഴിക്കാൻ പറ്റുന്നില്ല, തലേന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല, കുറെ പേര് എന്നെ ഇടിച്ചിട്ടു, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. ഗോദോ വരുന്നില്ല എന്നാ പിന്നെ നമ്മൾ പോവാം, വിൽ ഗോ ബാക്ക്, വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ഗോദോ എന്ന് പറയുന്നു. ആൻഡ് അവരെന്ത് ചെയ്യുന്നു, പിന്നെ അവരങ്ങനെ ഡിസൈഡ് ചെയ്യും. പക്ഷെ സ്റ്റിൽ ദേ വെയിറ്റ് ദേ, നെക്സ്റ്റ് ഡേ ഓൾസോ ദേ ആർ വെയിറ്റിംഗ് ഫോർ ഗോദോ. അപ്പൊ ഈ ഒരു സംഭവം പ്രോബ്ലമറ്റൈസ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു സൊല്യൂഷൻ സീക്കിംഗ് എന്ന് പറയുന്ന സംഭവത്തിനൊന്നും ആരും പോകുന്നില്ല. അപ്പൊ ഇതാണ് മോഡേണിസം പോസ്റ്റ് മോഡേണിസം തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു ദി ഐഡിയ. ഇനി നമ്മൾ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ദർ ആർ സർട്ടൻ അതർ ഡിഫറൻസസ്. ഇപ്പൊ നമ്മൾ പൊതുവെ ഫീച്ചേഴ്സ് കാണുമ്പോൾ നമ്മൾ മോഡേണിസം പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറഞ്ഞ് ലിറ്ററേച്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് ദർ ആർ ഡിഫറൻസസ്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് കാണാൻ പോകുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. So coming to modernism and postmodernism. മോഡേണിസത്തിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഈ നോളജ് ഷെയറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോളജ് സീക്കിംഗ് എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയൊക്കെ നോളജിനെ തപ്പി നടക്കാം എന്നുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ കോൺസെപ്റ്റ്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്ലൈഡ് വായിക്കുമ്പോൾ ഇറ്റ് മൈറ്റ് സീം എ ലിറ്റിൽ ബിറ്റ് ടഫ് ഫോർ യു, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ, കാര്യമായിട്ടൊന്നുമില്ല. ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുമ്പോൾ മോഡേണിസം വാസ് ബേസ്ഡ് ഓൺ യൂസിങ് റാഷണൽ ആൻഡ് ലോജിക്കൽ മീൻസ് to gain knowledge. Okay, postmodernism denied the application of logical thinking. Okay, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മോഡേണിസ്റ്റിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു ദാറ്റ് ഇസ് ഒരു 15th സെഞ്ചുറി കഴിഞ്ഞതിന് ശേഷം ഹ്യൂമൻ ബീങ്സിന്റെ ഒരു വിശ്വാസം, നോളജ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് ട്രൂത്ത് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റിയാലിറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കുറെ ചിന്താഗതികൾ ഉണ്ടല്ലോ. അപ്പൊ അത് തന്നെയായിരുന്നു മോഡേൺ തിങ്കേഴ്സിനും ഉണ്ടായിരുന്നത്. ആൻഡ് ദേ ബിലീവ്ഡ് ഇൻ ദിസ് റാഷണൽ മീൻസ് ടു ഗെയിൻ നോളജ്. നോളജ് സീക്കിംഗ് എന്ന് പറയുന്നത് ലോജിക്കലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ പീപ്പിൾ ബിലീവ്ഡ്, അല്ലെങ്കിൽ മോഡേൺ തിങ്കേഴ്സ് ദേ ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് പോസിബിൾ. ചാറ്റ്സ് ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന മേ ബി. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഫൈൻ. അപ്പൊ അതെന്റെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരുന്നു, ഐ എം സോറി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മോഡേണിസം പോസ്റ്റ് മോഡേണിസം, വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം, ഇതാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദി പാർട്ട് ടിൽ ദിസ് വാസ് ക്ലിയർ. നമ്മൾ എന്താ പറയാ, മോഡേണിസം എന്ന് പറയുന്നതും പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന തിങ്കിങ് ക്ലിയർ ആക്കി എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്നതാണ് പോസ്റ്റ് മോഡേണിസം മോഡേണിസം തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ. ആൻഡ് അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് ഇറ്റ് വാസ് ദാറ്റ് postmodernists believers, they believed that there was this knowledge that existed, reality എന്ന് പറയുന്ന ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും, ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും, ലോജിക്കൽ മീൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, റാഷണൽ വേസ്, ലൈക്ക് തിങ്കിങ് ലോജിക്കലി, യൂസിങ് സയൻസ്, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ലൈക്ക് പെർസ്യൂ നോളജ്. ഈ പറഞ്ഞ നോളജ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു മോഡേൺ തിങ്കേഴ്സിന് ഉണ്ടായിരുന്നത്. ആൻഡ്
പോസ്റ്റ് മോഡേണിസ്റ്റ് വെർ കംപ്ലീറ്റ്ലി അഗേൻസ്റ്റ് us. ഈ ഒരു സംഭവം ഇല്ല. അവർക്ക് ഈ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സംഭവമേ അവർക്ക് വരുന്നില്ല. കാരണം അഗൈൻ ഞാൻ വീണ്ടും ബക്കറ്റിലേക്ക് പോവാണ്. നമ്മൾ വെയിറ്റിംഗ് ഫോർ ഗോദോ കണ്ടു. ഓക്കെ, ഇറ്റ്സ് യൂസ്ലെസ്, മീനിങ്ലെസ് ആണ്. വാട്ട് എവർ യു ഡു ഇൻ ലൈഫ്, യു വോണ്ട് ബി ഏബിൾ ടു അച്ചീവ് ഓർ യു വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി ട്രൂ മീനിങ് ഓഫ് ലൈഫ്. ഓക്കെ, ഈ ലൈഫ് എന്ന് പറയുന്നതിന്റെ മനുഷ്യന്റെ ഒരു എന്താ പറയാ ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചാറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. Still on first slide. Is there a problem? So I hope it's clear now. അപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ലൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. I hope it's okay with everyone. എനിക്ക് തോന്നുന്നു കുറച്ചു നേരം നമ്മൾ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ പിന്നെ അത് എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട്. Let's see. എന്തായാലും we are coming to modernism and post modernism. So as I told you, ഈ നോളജ് എന്ന് പറയുന്നത് എക്സിസ്റ്റ്, ഇതിപ്പോ ഞാൻ മൂന്നാമത്തെ തൊട്ടല്ലേ പറയുന്നത്. ഓക്കെ, ഈ നോളജ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റിയാലിറ്റി എന്ന് പറയുന്നത്, ട്രൂത്ത് എന്ന് പറയുന്നത്, വി സീ ദാറ്റ് മോഡേൺ തിങ്കേഴ്സിന്റെ വിശ്വാസം ഇതായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, റിയാലിറ്റി ഉണ്ട്, നമുക്ക് നോളജ് എന്ന് പറയുന്നത് സീക്ക് ചെയ്യാൻ പറ്റും. ഇഫ് യു യൂസ് ദിസ് ലോജിക്കൽ മീൻസ് ടു അച്ചീവ് നോളജ്, അറ്റൈൻ നോളജ്, നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഫ് യു ഗോ ഫോർ സം കൈൻഡ് ഓഫ് റാഷണൽ വേസ്, യു വിൽ ഷുവർലി ബി ഏബിൾ ടു ഏബിൾ ടു ഗെയിൻ ദറ്റ് നോളജ്. ആ റിയാലിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് കാണാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമായിരുന്നു. പക്ഷേ പോസ്റ്റ് മോഡേണിസ്റ്റിന് ഇതിൽ ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവമേ അവർക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അത് അവരുടെ വർക്ക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ്. നമ്മൾ ബെക്കറ്റിന്റെ വർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി സീ ദാറ്റ്. കാരണം എസ്ട്രഗോണും വ്ളാഡിമിറും ചെയ്യുന്ന കാര്യങ്ങൾ, there is no logic in what they are doing. ഓക്കെ, അവരൊരു ദിവസം മൊത്തം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ദി മെസ്സഞ്ചർ he comes and says that Godot won't come. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും അവർ ഗോദോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ദേ നോട്ട് ഷുവർ ഇഫ് ഗോദോ വിൽ കം ഓർ നോട്ട്. നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും. പക്ഷെ വ്ളാഡിമിർ ആൻഡ് എസ്ട്രോഗോൺ ഇസ് നോട്ട് ഡൂയിങ് ദാറ്റ്. ഓക്കെ, അപ്പൊ ആ ലോജിക്കൽ തിങ്കിങ് അപ്ലൈ ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം പോസ്റ്റ് മോഡേണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ദേ വർ അഗൈൻസ്റ്റ് ദാറ്റ്. Why it happened so? Because they believed that the world is meaningless. ഈ ലോകം എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. അത് എക്സിസ്റ്റൻഷ്യലിസത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു തോട്ട് ആണ്. ബിക്കോസ് ബെക്കറ്റ് കൂടുതലും അതിന് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. But the world is meaningless and there is no use in using any logical methods to attain this knowledge. അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ലോജിക്കും നോളജും ഒന്നായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല എന്നൊരു വിശ്വാസമായിരുന്നു പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സിന് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. ഓക്കെ, ഇത് രണ്ടും തമ്മിലൊരു ചേഞ്ച് എന്താണെന്നറിയാം? നമ്മൾ മോഡേണിസം പോസ്റ്റ് മോഡേണിസം നോക്കുന്ന സമയത്ത് രണ്ടും തമ്മിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട്, നല്ല ഡിഫറൻസസും ഉണ്ട്. ഓക്കെ, അപ്പം സിമിലാരിറ്റി എന്താന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഫ്രേഗ്മെന്റേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റി ഫ്രേഗ്മെന്റഡ് ആണെന്നുള്ളതും അത് ലിറ്ററേച്ചറിൽ റിഫ്ലക്ട് ചെയ്തു എന്നുള്ളതും ഇറ്റ് വാസ് ദി സെയിം വിത്ത് ബോത്ത് മോഡേണിസ്റ്റ്സ് ആൻഡ് പോസ്റ്റ് മോഡേണിസ്റ്റ്സ്. രണ്ടുപേരും ഇത് ഓക്കെ ആയിരുന്നു, ഇതൊക്കെ ടീക്കാണ് അവർക്ക്. അവർ പറയുന്നത് എന്താണ്? രണ്ടിനകത്തും ഫ്രേഗ്മെന്റേഷൻ ഉണ്ട്, സൊസൈറ്റി ഫ്രേഗ്മെന്റഡ് ആണ്. ഓക്കെ ഫൈൻ, അത് രണ്ടുപേരും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ടീം എന്ത് ചെയ്തു? നമ്മുടെ മോഡേണിസ്റ്റ്സ് എന്ത് ചെയ്തു? അവരുടെ വിശ്വാസപ്രകാരം മോഡേണിസം എന്ന് പറയുന്നത് എന്താണ്, ഈ ഫ്രേഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ലെമന്റ് ചെയ്തു അവർ. ഓക്കെ, സൊസൈറ്റി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ലെമന്റിങ്, ദാറ്റ് ഈസ് വാട്ട് വി സീ വിത്ത് മോഡേണിസ്റ്റ്സ്. പക്ഷെ പോസ്റ്റ് മോഡേണിസ്റ്റ്സ് എന്താണ്? ആ ലെമന്റിങ് എന്ന് പറയുന്ന സംഭവം ഇല്ല, അവരതിനെ സെലിബ്രേറ്റ് ചെയ്തു. ഫ്രേഗ്മെന്റഡ് ആണെങ്കിൽ ആവട്ടെ, പക്ഷെ ആ ഫ്രേഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അവർ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായിരുന്നു അവരുടെ വേ ഓഫ് റെബല്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഐഡിയാസ് തമ്മിൽ സിമിലാരിറ്റീസും ഉണ്ട്, ഡിഫറൻസസും ഉണ്ട്. Now the second point, there was this hierarchical, organized and determinate nature of knowledge. Okay, അപ്പം പക്ഷെ എന്താണ് നമ്മുടെ പോസ്റ്റ് മോഡേണിസ്റ്റ്സ് എന്ന് പറയുന്നത്? ആനർക്കി, ഒരു നോൺ ടോട്ടലൈസ്, പിന്നെ എന്താണ് ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് ഓഫ് നോളജ് എന്നൊക്കെ അതിലൊക്കെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മോഡേണിസ്റ്റ്സ് അധികവും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു പോയിന്റ് ആണ്. അടുത്ത 2-3 സ്ലൈഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ദിസ് പോയിന്റ് അബൌട്ട് ഗ്രാൻഡ് നാരറ്റീവ്സ്. ഓക്കെ, ചില ടെക്സ്റ്റ്സ് എന്ത് ചെയ്യും, ഹിസ്റ്ററി ആണെങ്കിലും അല്ലെങ്കിൽ വി ഹാവ് സർട്ടൻ ടെക്സ്റ്റ്സ്, കാനോനിക്കൽ ആയിട്ടുള്ള കുറെ ടെക്സ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, they put forward some kind of universal truth. അല്ലെ, കുറെ കാര്യങ്ങൾ പൊതുവായിട്ട് അവർ ഷെയർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. there are some things that's being told in most of the books മാത്രമല്ല എവറിത്തിങ്. ഏതൊരു രീതിക്കാണെങ്കിലും നമ്മൾ നോളജ് പെർസീവ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ എന്താ പറയുക, they believe in certain kind of texts. Okay, പക്ഷേ when it comes to post modernism, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇഫ് യു നോട്ട് ആസ്കിങ് എനി ഡൗട്ട്. ഓക്കെ, സോ പക്ഷേ പോസ്റ്റ് മോഡേണിസ്റ്റ്സ് പറഞ്ഞത് ഇതാണ്, ഇത്തരത്തിലുള്ള എന്താ പറയാ, they did not believe in this
എക്സാക്ട് സ്റ്റേറ്റ് ഓഫ് നോളജ്. ഈ നോളജ് എന്ന് പറയുന്നത് നമുക്ക് അടുക്കി പെറുക്കി വെക്കാവുന്ന ഒരു സാധനമാണെന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇറ്റ് ഹാഡ് ദിസ് ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ്. ആൻഡ് ഓൾസോ അവർ വിശ്വസിച്ചൊരു കാര്യമായിരുന്നു, ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് എല്ലാം തന്നെയും അതോറിറ്റേറ്റീവ് ആയിരുന്നു. ഓരോരുത്തരും അവരവരുടെ വ്യൂ പോയിന്റ് പറയാൻ വേണ്ടിയിട്ട്, അത് മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ നോളജ് ഗിവിംഗ് ആയിട്ടെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള എല്ലാം തന്നെ പോസ്റ്റ് മോഡേണിസ്റ്റ് പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. നോളജ് തരുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ടെക്സ്റ്റ്സ് ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ദേ ഫോക്കസ്ഡ് ഓൺ ഗിവിംഗ് ദെയർ ഓൺ ഐഡിയാസ്. അവര് അന്ന് ഉണ്ടായിരുന്ന ആൾക്കാര്, അല്ലെങ്കിൽ അന്ന് പവർ ഉണ്ടായിരുന്ന, അവിടെ കൂക്കോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ മാറ്റി വെക്കുകയാണ്, അത് നിങ്ങൾക്ക് വേറൊരു സെക്ഷനിൽ ഉണ്ടാവും. ഓക്കെ, ഞാൻ ചെറുതാക്കി പറഞ്ഞുതരുവാണ്. നമുക്ക് എന്താണ് ഇപ്പം ഈ ഹിസ്റ്ററി ആണെങ്കിലും എവറിഥിങ് വാസ് റിട്ടൺ ബൈ പീപ്പിൾ ഹു ഹാഡ് പവർ വിത്ത് ദം. അവരുടെ കയ്യിൽ പവർ ഉണ്ടായിരുന്നു. ആൻഡ് ദേ വാണ്ടഡ് ടു ലൈക്ക് ഫോഴ്സ് ദെയർ ഓൺ ഐഡിയാസ് ഓൺ പീപ്പിൾ. ആൾക്കാരുടെ മേല് അവരുടെ സ്വന്തം ഐഡിയാസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ നോളജ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആനർക്കിക്കൽ. ഈ പറഞ്ഞൊരു ഹൈറാർക്കിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആണെന്നോ, അല്ലെങ്കിൽ എന്താണ് നോളജ് നമുക്ക് ഇന്ന രീതിയിൽ പെർസീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു വിശ്വാസവും പോസ്റ്റ് മോഡേണിസ്റ്റിന് ഉണ്ടായിരുന്നില്ല. For them the world was completely anarchical. ഓക്കെ, അപ്പം ആനർക്കി തന്നെയായിരുന്നു. ഇറ്റ് വാസ് നോൺ ടോട്ടലൈസ്. നമുക്കൊരു ഹോൾ എന്നുള്ള രീതിക്ക് ഇന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോളജിനെ കാണാൻ പറ്റില്ല. എല്ലാം സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെന്റ് പീപ്പിൾ. ഓക്കെ, കമ്മിങ് ടു ദി നെക്സ്റ്റ് പോയിന്റ്, അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. മോഡേണിസ്റ്റ് അപ്രോച്ച് എപ്പോഴും എന്തായിരുന്നു, ഇറ്റ് വാസ് ഒബ്ജക്റ്റീവ്, തിയറിറ്റിക്കൽ ആയിരുന്നു. കാരണം ഇന്നതെന്ന് പറഞ്ഞിട്ട് റിയാലിറ്റി ഉണ്ട്, ഇന്നതെന്ന് പറഞ്ഞിട്ട് ട്രൂത്ത് ഉണ്ട്, ആൻഡ് യു വിൽ ബി ഏബിൾ ടു അച്ചീവ് ഇറ്റ്. അതായിരുന്നു നമുക്ക് റിയാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന ഒരു തോട്ട് ആയിരുന്നു മോഡേൺ തിങ്കേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ when it came to the postmodern writers, they focused on subjectivity. Okay, everything was subjective. നമ്മളിപ്പം കൾച്ചറിലുള്ള കുറെ ചേഞ്ചസും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ചസും ഒക്കെ തന്നെയും എന്ത് ചെയ്യും, നമ്മളുടെ വാല്യൂസിനെ, നമ്മുടെ മോറൽസിനെ എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള ഒരു കാര്യമായിരുന്നു പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് ഫോക്കസ് ചെയ്തത്. അത് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മളിപ്പോ ഈ പോസ്റ്റ് മോഡേൺ വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് എക്സാമ്പിൾസ്. നമ്മൾ കുറച്ചു കാലം മുന്നേ വരെയും, ഒരു 2-3 വർഷത്തിന് മുന്നേ വരെയും വി ടോൾഡ് ആ ചിൽഡ്രൻ, നമ്മുടെ വീട്ടിലുള്ള കുട്ടി, നമുക്ക് തന്നെ കുട്ടികൾ ഉണ്ടാവുന്നില്ല, നമ്മുടെ വീട്ടിലെ കുട്ടികളോട് നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു, മൊബൈൽസ് യൂസ് ചെയ്യാൻ പാടില്ല, സ്ക്രീൻസ് മോശമാണ്, കുട്ടികൾ കാണാനേ കൊടുക്കുമായിരുന്നു കേട്ടോ ഫോണൊക്കെ. പക്ഷെ ഒരു 2-3 വർഷം മുന്നേ വരെ വാട്ട് പ്രൊപ്പഗേറ്റഡ് വാസ് ദിസ്. ഓക്കെ, നമ്മളെ കുട്ടികൾക്ക് സ്ക്രീൻസേ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ കോവിഡ്? നമ്മൾ അതിന് ശേഷം എന്താ കണ്ടത്? കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്ക്രീൻസിലേക്ക് ഒതുങ്ങി. നമ്മൾ എന്താണ്, സ്റ്റാർട്ടിങ് ഫ്രം ദി കിൻഡർ ഗാർഡൻ വി ഹാഡ് ടു ഗിവ് ചിൽഡ്രൻ മൊബൈൽ ഫോൺസ് ഓർ സം സോർട്ട് ഓഫ് സ്ക്രീൻ. ഏതെങ്കിലും ഒരു സോർട്ട് ഓഫ് സ്ക്രീൻ അവർക്ക് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടു. നിങ്ങളും സ്ക്രീനിന്റെ അപ്പുറത്താണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു എന്താണ്, ആ ഒരു ഐഡിയയിലേക്ക് ഇന്ന് സൊസൈറ്റി എത്തിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ബിഫോർ 2-3 years ദിസ് വാസ് നോട്ട് ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരുന്നില്ല. കാരണം നമ്മൾ ആരും, എനിക്ക് തോന്നുന്നില്ല, യു മസ്റ്റ് നോട്ട് ഈവൻ ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ്. കാരണം നമ്മളെല്ലാം എന്താണ്, പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷൻ, എവിടെയെങ്കിലും പോയിട്ട് പഠിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സംഭവത്തിലായിരുന്നു നിന്നിട്ടുണ്ടാവുന്നത്. പക്ഷെ നൗ വി ഹാവ് എക്സ്പീരിയൻസ് ദിസ് കംഫർട്ട്. ഈ ഒരു കംഫർട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെ? നമുക്കറിയാം ഇത് നല്ല സുഖമുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് കേൾക്കാം, ഇഷ്ടമുള്ള സമയത്ത് റെക്കോർഡിങ്സ് കിട്ടും, എന്താണ്, നോട്ട്സ് കിട്ടുന്നുണ്ട്. ഇത് നല്ല സുഖമുള്ള പരിപാടിയാണ്, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പക്ഷെ ദിസ് വാസ് നോട്ട് ലൈക്ക് ദിസ്. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ബിക്കോസ് ഓഫ് ദി പ്ലേഗ്. ഇങ്ങനെ ഒരു പ്ലേഗ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ അന്നേരം നമ്മള് ഇല്ല, പറ്റില്ല, സ്ക്രീന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് ആ ഒരു ഐഡിയയിലെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇതാണ് മോഡേണിസ്റ്റും പോസ്റ്റ് മോഡേണിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദി സൊസൈറ്റി ദാറ്റ് ക്യാൻ എഫക്ട് ദി വാല്യൂസ് യു ഹാഡ് ബിഫോർ. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന വാല്യൂസ്, നമുക്ക് ഉണ്ടായിരുന്ന മോറൽസ്, ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദാറ്റ് മൂമെന്റ്. ആ ഒരു മൂമെന്റിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എവറിത്തിങ് വാസ് സബ്ജക്റ്റീവ്. നമുക്കിപ്പം ഒരാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സബ്ജക്റ്റീവ്. അത് അയാളുടെ ഇഷ്ടമാണ്. യു കാൻ ഡിസൈഡ് സംതിങ്. യു കാൻ സേ ദാറ്റ് ഒരു വുമൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മാനുമായിട്ട് നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു സംഭവം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് പേഴ്സൺസ് ചോയ്സ്. അപ്പം ആ ഒരു സബ്ജക്റ്റീവ് എലിമെന്റിലേക്ക് എന്ത് പറ്റി? പോസ്റ്റ് മോഡേണിസ്റ്റ് എത്തിച്ചേർന്നു. പക്ഷെ മോഡേൺ പീപ്പിൾ അല്ലെങ്കിൽ മോഡേൺ തിങ്കേഴ്സ് അവരെപ്പോഴും എവിടെയായിരുന്നു? ദേ വർ വെരി ഒബ്ജക്റ്റീവ്. ദേ ബിലീവ് ദാറ്റ് നോളജ് എക്സിസ്റ്റ്. തിയറി, വളരെ തിയോറിറ്റിക്കൽ ആയിരുന്നു. അവര് ഒരു സംഭവത്തിന്റെ ചുറ്റും അല്ലെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോസ്റ്റ് മോഡേണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തിങ്സ് വെർ സബ്ജക്റ്റീവ്. ഇറ്റ് ക്യാൻ ചേഞ്ച്. ദർ ക്യാൻ ബി ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദി സൊസൈറ്റി ദാറ്റ് വിൽ ഷുവർലി എഫക്ട് ദി വാല്യൂസ്. ഓക്കെ, അപ്പൊ ഇതാണ് മോഡേൺ തിങ്കേഴ്സും പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി എനിക്കറിയില്ല സ്ലൈഡ് മാറാതിരിക്കുമോ എന്നുള്ളത്. സ്ലൈഡ് മാറിയിട്ടുണ്ടോ?
So I hope the slide is this fundamental difference എന്ന് പറയുന്ന ആ ഒരു സ്ലൈഡിലേക്കാണ് നമ്മൾ വന്നതെന്ന് വിചാരിക്കുന്നു അല്ലേ? Okay, fine. So the next point is about the search for truth. ഇതൊക്കെ അൾട്ടിമേറ്റ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോ നമുക്കറിയാലോ ഈ എല്ലാം കൂടെ ഞാൻ ക്വസ്റ്റ്യൻസ് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, so this is it. Fundamental difference was that about the search of an abstract truth of life. നമ്മൾ പറഞ്ഞു ലൈക്ക് നോളജ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ എന്താ പറയാ ഈ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവം അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. So there was this searching for an abstract truth of life. ഒരു എന്താ പറയാ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവത്തെ സെർച്ച് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു മോഡേൺ തിങ്കേഴ്സ് മോസ്റ്റ്ലി ചെയ്തുകൊണ്ടിരുന്നത്. They were always for this, like they were searching for an abstract truth of life and reality of life. ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു മോഡേൺ തിങ്കേഴ്സിന് ഉണ്ടായിരുന്നത്. പക്ഷേ ലൈക്ക് വി സെഡ് ഏർലിയർ, ഈ പറഞ്ഞ പോലെ ഒരു ട്രൂത്ത് ഇല്ല, ഒരു റിയാലിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവം അത് തന്നെയായിരുന്നു പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സും സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്നത്. ദേ ബിലീവ് ദാറ്റ് ദർ വാസ് നോ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ ട്രൂത്ത്. ഒരു രീതിയിലുള്ള യൂണിവേഴ്സൽ ട്രൂത്തോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈക്ക് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ജസ്റ്റ് ഗോസ് ഓൺ, ലൈക്ക് ഇറ്റ്സ് മീനിങ്ലെസ്. യു ഡോണ്ട് ഹാവ് എനി ചോയ്സ് ടു ഡു, യു ആർ ലിവിങ് യുവർ ലൈഫ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അവിടെ വേറൊരു ഓപ്ഷനും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പോയിന്റ് ആയിരുന്നു പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്നത്. And modern people and modern thinkers, they attempted to construct a logical and consistent worldview. Okay, ഒരു വളരെ ലോജിക്കൽ ആയിട്ടുള്ള ലോകം, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂ അത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പരിപാടിക്കായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അവരെ ലമെന്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈവൻ നമ്മളെ ജെയിംസ് ജോയ്സിന്റെ വർക്ക്സിലാണെങ്കിലും ജെയിംസ് ജോയ്സിന്റെ യുലിസിസ് എന്ന് പറയുന്ന വർക്കിനകത്ത് വി സീ ദറ്റ് പീപ്പിൾ ഹു ആർ സ്റ്റക്ക് ഇൻ ആൻ അൺഫെയ്ത്ത്ഫുൾ വേൾഡ്, ഒരു അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ലോകത്ത് സ്റ്റക്ക് ആയി കിടക്കുന്ന കുറച്ച് ഹ്യൂമൻ ക്യാരക്ടേഴ്സിനാണ് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് അതൊരു പോസ്റ്റ് മോഡേൺ വർക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല കാണുന്നത്. ഓക്കെ, അതിലൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ആ ലോകത്ത് ജീവിച്ചു പോകും, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. DH ലോറൻസിന്റെ പുസ്തകമാണെങ്കിലും ലൈക്ക് DH ലോറൻസ് ഹി ഹേറ്റഡ് മൈനേഴ്സിനെ, അദ്ദേഹത്തിന്റെ സൺസ് ആൻഡ് ലവേഴ്സിനകത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമായിരുന്നു. മൈനിങ് കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഓൺ എക്സ്പീരിയൻസസിൽ നിന്നും വന്നതാണ്. ബിക്കോസ് മൈനിങ് അദ്ദേഹം ഹേറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. കാരണം കൺട്രി സൈഡിന്റെ ബ്യൂട്ടി, ഇംഗ്ലീഷ് കൺട്രി സൈഡിന്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ബിക്കോസ് ഓഫ് മൈനിങ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യമായിരുന്നു മിക്ക മോഡേൺ റൈറ്റേഴ്സും. ദേ വാണ്ടഡ് ദിസ് ലോജിക്കൽ വേൾഡ്, ദേ തോട്ട് അബൌട്ട് ദിസ് ലോജിക്കൽ വേൾഡ് ഓൾ ദി ടൈം. ആൻഡ് മുൻപേ നടന്നിരുന്ന കുറെ നല്ല കാര്യങ്ങളെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി നൊസ്റ്റാൾജിക് ആയിട്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു മോഡേൺ തിങ്കേഴ്സ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് ദേ അറ്റംപ്റ്റഡ് ടു ഈ പറഞ്ഞൊരു സംഭവം, അതായത് ഇങ്ങനെ ഒരു ലോജിക്കൽ വ്യൂ ഉണ്ടെന്നോ ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വേൾഡ് ഉണ്ടെന്നോ അങ്ങനത്തെ ഒരു വിശ്വാസം പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സിന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് ദേ അറ്റംപ്റ്റഡ് ടു റിമൂവ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ. ഓക്കെ, ഈ ഹൈറാർക്കിക്കൽ ഡിവിഷൻസ്, അതായത് നമ്മളിപ്പം ചില റൈറ്റേഴ്സ് ഇപ്പൊ ലാർക്കിനെ പോലെ, ഫിലിപ്പ് ലാർക്കിൻ, നമ്മൾ ഈ റൈറ്റേഴ്സിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. മോഡേൺ റൈറ്റേഴ്സ് ഞാൻ പറയുന്ന ആൾക്കാരൊക്കെയും നിങ്ങളുടെ മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സെഷൻസിനകത്ത് നിങ്ങൾ കാണും. ഓക്കെ, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ എക്സാമ്പിൾ എടുത്ത് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ലാർക്കിനെ പോലെയുള്ള മൂവ്മെന്റ് റൈറ്റേഴ്സ്, ഇപ്പൊ മൂവ്മെന്റ് പോയിട്രിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് പോയിറ്റ് ആയിരുന്നു ഫിലിപ്പ് ലാർക്കിൻ. ഓക്കെ, അപ്പൊ ഫിലിപ്പ് ലാർക്കിൻ എന്ന് പറയുന്ന പേഴ്സൺ ഹി വാസ് ഹൈലി അഗേൻസ്റ്റ് TS എലിയറ്റ്. TS എലിയറ്റിന് അഗേൻസ്റ്റ് ആയിരുന്നു. കാരണം എലിയറ്റ് ഒരു എലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ ബിലോങ് ചെയ്ത ആളാണ്. ബിക്കോസ് ഹി വാസ് എ പേഴ്സൺ ഹു ബിലോങ് ടു ദിസ് എലീറ്റ് ക്ലാസ്. എസ്രാ പൗണ്ടിനെ പോലെയുള്ള റൈറ്റേഴ്സ് ഒക്കെ അങ്ങനെയാ ചെയ്തതെന്നാണ് ലാർക്കിന്റെ ഒരു ചിന്താഗതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പോസ്റ്റ് മോഡേണിസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ദേ ട്രൈ ടു റിമൂവ് ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ. കാരണം അങ്ങനത്തെ കുറെ മൂവ്മെന്റ്സിന് നമുക്കുണ്ട്. മൂവ്മെന്റ് പോയിട്രി വന്നിട്ടുണ്ടായിരുന്നു, കിച്ചൺ സിംഗ് ഡ്രാമ വന്നിട്ടുണ്ടായിരുന്നു, ആംഗ്രി യങ് മെൻ മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഹൈ ലോ ഈ സംഭവങ്ങൾ തമ്മിലുള്ള ഡിഫറൻസസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതായിരുന്നു പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, and modernist thinking, they believed in learning from past experiences and they trust the texts that narrate the past. ഓക്കെ, മുന്നേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഗ്രാൻഡ് നാരറ്റീവ്സ് എന്ന് പറയും. ഓക്കെ, സോ ഗ്രാൻഡ് നാരറ്റീവ്സ് എന്ന് പറയുമ്പോൾ മെറ്റ നാരറ്റീവ്സ് എന്നും പറയും. ഓക്കെ, സോ ദീസ് ആർ ടെക്സ്റ്റ് ദാറ്റ് ബിലോങ് ടു ദി പാസ്റ്റ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റഡ് സം കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ ട്രൂത്ത്. ചില യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പുസ്തകങ്ങൾ. നമ്മൾ എന്താ പറയാ, ജെയിൻ എയർ എന്ന് പറയുന്ന ഷാർലറ്റ് ബ്രോണ്ടിയുടെ വർക്ക് കണ്ടു. പോസ്റ്റ് കൊളോണിയൽ പീരീഡിലെ പോസ്റ്റ് കൊളോണിയൽ വർക്ക്സ്, എനിക്ക് അറിയില്ല എത്രത്തോളം പേർക്ക് അറിയാം എന്നുള്ളത്. വൈറ്റ് സർഗാസോ സി എന്ന് പറഞ്ഞ വർക്ക് വന്നു, ജീൻ റൈസിന്റെ പുസ്തകമായിരുന്നു. ജീൻ റൈസ് അതിനകത്ത് എന്ത് ചെയ്തു, ജെയിൻ എയറിന്റെ പുസ്തകം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പുസ്തകമാണ്. പക്ഷെ അതിനകത്തുള്ള ബെർത്ത മേസൺ എന്ന് പറയുന്ന ക്യാരക്ടർ, ഷീ വാസ് എ ക്രിയോൾ വുമൺ. അതിനകത്തൊരു ക്രിയോൾ വുമണിനെ എങ്ങനെയാണ് റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വരച്ചു കാണിക്കുകയാണ് ചെയ്തത് ഇൻ ദി നോവൽ കോൾഡ് വൈറ്റ് സർഗാസോ സി.
അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്താ പറയാ ഈ യൂണിവേഴ്സൽ ട്രൂത്ത് കൺവേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ബെറ്റർ ഐഡിയാസ് കൺവേ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഗ്രാൻഡ് നാരറ്റീവ്സ് എല്ലാം തന്നെയും ദേ വെർ ഫോക്കസിങ് ഓൺ സം കൈൻഡ് ഓഫ് പോയിന്റ്, ദേ വെർ ഫോഴ്സിങ് സംതിങ്. ആൾക്കാരുടെ മേലെ അവരുടെ സ്വന്തം, അതായത് പവർ ഉള്ള ആൾക്കാർ അവരുടെ ഐഡിയാസ് എൻഫോഴ്സ് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു പോയിന്റ് ആയിരുന്നു പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് യൂസ് ചെയ്തത്. ഓക്കെ, സോ ദേ ഡിഫൈഡ് എനി ട്രൂത്ത് ഇൻ ദി ടെക്സ്റ്റ് നാരറ്റിംഗ് ദി പാസ്റ്റ് ആൻഡ് ഇറ്റ് renders it of no use in the present times. ഇന്നത്തെ കാലത്ത് ആ ഒരു പാസ്റ്റിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. there is no use in talking about those books. ഇൻസ്റ്റഡ് അവർ ഫോക്കസ് ചെയ്തത് മിനി നാരറ്റീവ്സ് ആയിരുന്നു. അതെന്താണെന്ന് നമ്മൾ മുന്നോട്ടേക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കുറച്ച് ഡിഫറൻസസ് ആണ്. ഓക്കെ, സ്ലൈഡ് മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. Okay, fine. Now modernist historians, they have a faith in depth. ഓക്കെ, അപ്പൊ ഇവരുടെ ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു മോഡേൺ റൈറ്റേഴ്സ്. നമ്മൾ മോഡേണിസ്റ്റും പോസ്റ്റ് മോഡേണിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് പറയുന്നത്. മോഡേൺ റൈറ്റേഴ്സ് അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്റോറിയൻസിന് അവർക്ക് എപ്പോഴും എന്താണ്, ദേ ബിലീവ്ഡ് ഇൻ ദ ഡെപ്ത്. ഓക്കെ, ഡെപ്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഡീപ്പായിട്ടുള്ള അതിന്റെ ലെവലിലേക്ക് പോവാ. DH ലോറൻസിന്റെ പുസ്തകങ്ങൾ നമ്മൾ കണ്ടു, യുനോ ലൈക്ക് ആ ഒരു സൈക്കോളജി, ആ ഒരു സംഭവം വെച്ചിട്ടാണ് പുള്ളി കളിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാരുടെ ക്യാരക്ടേഴ്സിന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്ന സംഭവം, ദാൻ ഡീലിംഗ് വിത്ത് സൊസൈറ്റി. ഓക്കെ, പിന്നെ അതുപോലെ വെർജീനിയ വൂൾഫിന്റെ വർക്ക്സ് ആണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. their works, they had the superficial appearances. ഓക്കെ, സർഫസ് ലെവലിലാണ് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ ഓൺ ദി ലെവൽ ഓഫ് സർഫസ്. ഓക്കെ, സർഫസ് ലെവൽ, ദേ ബിലീവ് ഇൻ പ്ലേയിങ് ഓൺ സർഫസസ്. യാതൊരു രീതിയിലുള്ള ഡെപ്തും കാര്യങ്ങളോട് കാണിച്ചിരുന്നില്ല. ബിക്കോസ് ദി വേൾഡ് വാസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ലോകം അങ്ങനെയാണ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ഡീപ്പ് ഇൻ ടു എനിത്തിങ്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ദി ബർത്ത്ഡേ പാർട്ടി കാണുമ്പോഴും കാണുമ്പോഴല്ല വായിക്കുമ്പോൾ ദി ബർത്ത്ഡേ പാർട്ടി മീൻ പ്ലേ ആസ് എ പ്ലേ, ഇഫ് യു വാച്ച് ദി ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ ഗോദോ അല്ലെങ്കിൽ എനി ടെക്സ്റ്റ് ഓഫ് ദി പോസ്റ്റ് മോഡേൺ പീരിയഡ്, യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ഡീപ്പ് ഇൻ ടു എനി ഓഫ് ഇറ്റ്. നമ്മൾ അതല്ല കാണുന്നത്, മറിച്ച് അവർ സർഫസ് ലെവലിൽ നിന്നാണ്. ഞാൻ വെയിറ്റിംഗ് ഫോർ ഗോദോ എടുക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ കുറെ ഇൻസ്റ്റൻസസ് കാണുന്നുണ്ട്. ആ ഇൻസ്റ്റൻസസ് ഒക്കെ എന്താണ്, പ്യുവർലി അങ്ങനെ തന്നെ ഉള്ളൂ. അതിനകത്തേക്ക് നമുക്ക് ചെകഞ്ഞു പോകാൻ ഒന്നുമില്ല. വ്ളാഡിമിർ കംപ്ലൈൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഗോദോ വരാത്തതും എല്ലാം സർഫസ് ലെവലിൽ കളിക്കുന്ന കാര്യങ്ങളാണ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ഡീപ്പ് ടു നോ എനിത്തിങ്. ഓക്കെ, അപ്പൊ ഇത് മോഡേണിസ്റ്റും പോസ്റ്റ് മോഡേണിസ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരുന്നു. ഓക്കെ, ആൻഡ് മോഡേൺ പീപ്പിൾ, ദേ കൺസിഡർ ദി ഒറിജിനൽ വർക്ക്സ് as authentic. പക്ഷെ പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ്, ദേ വ്യൂ their views were based on hyper reality. Hyper reality എന്ന് പറയുന്നതിലാണ് അവര് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, they get highly influenced by things propagated through media. Okay, now ഈ hyper reality എന്നൊക്കെ പറയുന്നത് നിങ്ങൾ again you will be learning it in criticism also. നിങ്ങൾ മേ ബി നിങ്ങളുടെ തിയറി അല്ലെങ്കിൽ ക്രിറ്റിസിസം ക്ലാസ്സസിൽ ഹൈപ്പർ റിയാലിറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഹൈപ്പർ റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പോസ്റ്റ് മോഡേൺ ഏരയുടെ ഒരു മേജർ എന്താണ് ഫീച്ചർ ആയിരുന്നു നമുക്ക് ഈ പറഞ്ഞ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റ് മോഡേൺ ഏരയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ദി മിംഗ്ലിംഗ് ഓഫ് ദിസ് റിയാലിറ്റി ആൻഡ് വാട്ട് ഈസ് പോർട്രേഡ് ഇൻ മീഡിയ. ഓക്കെ, വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നതും റിയാലിറ്റി എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു മിക്സിംഗ് ആണ്. ആൻഡ് ആ ഒരു മിക്സിങ്ങിന്റെ ഇടയിൽ, ആ ഒരു കോമ്പിനേഷന്റെ ഇടയിൽ യു ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് റിയാലിറ്റി. ഓക്കെ, റിയാലിറ്റി എന്താണ് അല്ലെങ്കിൽ എന്താ പറയാ വെർച്വൽ ആയിട്ട് കാണുന്ന എന്താ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ട്, നമുക്കൊരു ഡെസ്ക്ടോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഡെസ്ക്ടോപ്പ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടാഞ്ചിബിൾ ആണ് അല്ലെ, നമുക്ക് അത് ടച്ച് ചെയ്യാം, നമുക്ക് കാണാം, എനിത്തിങ് ഇസ് പോസിബിൾ, നമുക്കത് മെറ്റീരിയൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ യു ഹാവ് എ സോഫ്റ്റ്വെയർ ഓൾസോ. ഓക്കെ, അതിനകത്തൊരു സോഫ്റ്റ്വെയർ ഇടുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ കാരണമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നില്ല. വളരെ എന്താ പറയാ, നമ്മള് മിനിയൻ എടുത്തു കഴിഞ്ഞാലും, മിനിയൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് മിനിയൻ എന്ന് പറയുന്നത്. മിനിയന്റെ കുറെ സാധനങ്ങൾ അവൈലബിൾ ആണ്, പക്ഷെ മിനിയൻ എന്ന് പറയുന്ന സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഹൈപ്പർ റിയൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. വി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് ഈസ് വെർച്വൽ. ഓക്കെ, അതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ അറിയില്ല. അതെനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് അഗൈൻ ഞാൻ പോസ്റ്റ് മോഡേൺ പീരീഡിനെ പറ്റി പറയുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഓക്കെ, എവറിത്തിങ് യു വിൽ സീ എനിത്തിങ് ആൻഡ് എവറിത്തിങ് വി ടോക്ക് അബൌട്ട് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരു ന്യൂ ക്ലാസിക്കൽ ഏറയോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് പീരീഡ് ഇൻ ബ്രിട്ടൻ ഒന്നും പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ബ്രിട്ടനിൽ പോയിട്ട് അന്ന് ജീവിച്ചിട്ടില്ല. പക്ഷെ വെൻ യു ടോക്ക് അബൌട്ട് പോസ്റ്റ് മോഡേൺ പീരീഡ് യു നോ വെരി വെൽ. ഓക്കെ, കാരണം ഇന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്, ദി മിക്സിംഗ് ഓഫ് റിയാലിറ്റി ആൻഡ് വെർച്വൽ
reality, and what you see is that you don't understand what is real and what is unreal. Okay, ഇതിന്റെ തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. പേടിക്കേണ്ട, നിങ്ങളുടെ ക്രിറ്റിസിസം ക്ലാസ്സസിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് മോഡേണിസ്റ്റ് ഏരിയയിൽ നമ്മൾ കണ്ട ഒരു ഡിഫറൻസ് ആയിരുന്നു ലിറ്റററി വർക്ക്സ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദി യുണീക് ക്രിയേഷൻ ഓഫ് ദി ആർട്ടിസ്റ്റ്. ഓക്കെ, എപ്പോഴും റൈറ്റേഴ്സിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വർക്കിനെ കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ഇൻ ദി പോസ്റ്റ് മോഡേൺ പീരിയഡ് അത് എന്ത് ചെയ്യുന്നു, ആർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓപ്പൺ ടു ദി റീഡർ. യു ക്യാൻ ഇന്റർപ്രറ്റ് ഇറ്റ് ഇൻ എനി വേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അത് എന്താ പറയാ, എനിത്തിങ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു പുസ്തകം വായിക്കുന്നതാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ദി പബ്ലിഷർ. ആ ഒരു പബ്ലിഷറിന്റെ അടുത്ത് കൊടുത്ത് ആ റൈറ്റർ പബ്ലിഷ് ചെയ്ത അതേ കോപ്പി അല്ല നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത്. യു ക്യാൻ റീഡ് ഇറ്റ് ത്രൂ ഡിഫറെന്റ് വേസ് അല്ലെ. നമുക്ക് ഈ റീഡിംഗ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. എല്ലാം ഡിജിറ്റൽ മീഡിയയിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് യു നോ വെരി വെൽ യു ഗെറ്റ് എവറിത്തിങ്. ഓക്കെ, നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പല പോയിന്റ് ഓഫ് വ്യൂ, പല പെർസ്പെക്ടീവ്സിൽ നമുക്ക് അതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നൗ ദിസ് വാസ് ഓൾസോ വൺ ഡിഫറൻസ് ബിറ്റ്വീൻ മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. എങ്ങനെയാണ് ആർട്ടിസ്റ്റിന്റെ ക്രിയേഷൻ എന്നുള്ളതിലുപരി അതിനെ എന്ത് ചെയ്തു, ആൾക്കാർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വന്നു തുടങ്ങി. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് അബൌട്ട് ദി ക്രിയേഷൻ ഓഫ് ദി ആർട്ടിസ്റ്റ്, റൈറ്ററിന്റെ സ്വന്തം പ്രോഡക്റ്റ് ആണ്, അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല ഡ്യൂറിങ് ദി മോഡേൺ പീരിയഡ്, പോസ്റ്റ് മോഡേൺ പീരിയഡ്. ഓക്കെ, പിന്നെ another difference is that people they did not believe, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ there was not just one meaning for a book. ഒരു പുസ്തകത്തിന് ഒരു സിംഗിൾ മീനിങ് എന്നുള്ളൊരു വിശ്വാസം ഇപ്പൊ ഉണ്ടായിരുന്നില്ല. ആ ഒരു ബിലീഫ് ഇതുവരെ ഇല്ല. ഓക്കെ, സോ ഒരു പുസ്തകത്തിന് ഒരു മീനിങ്ങേ ഉള്ളൂ എന്നൊരു സംഭവം ഇല്ല. ഇൻസ്റ്റെഡ് പീപ്പിൾ ക്യാൻ ഡിറൈവ് ദെയർ ഓൺ മീനിങ്സ്. അവർ വായിച്ചു കഴിഞ്ഞിട്ട് യു ക്യാൻ ഇന്റർപ്രറ്റ് ഇൻ യുവർ ഓൺ വേ. ഓക്കെ, ഇന്റർപ്രറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ. നിങ്ങൾക്ക് നിങ്ങളൊരു പുസ്തകം വായിച്ചു കഴിയുമ്പം ഇറ്റ് നീഡ് നോട്ട് ബി ജസ്റ്റ് ലൈക്ക് ഹൗ ദി റൈറ്റർ തോട്ട്. റൈറ്റർ എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് അവിടെ മാറ്റർ അല്ല. ഓദർ ഇസ് ഡെഡ്, പോയി, പുള്ളിയില്ല അവിടെ. ഓക്കെ, so you can derive your own meanings from the pieces of art and literature. അതിപ്പോ എന്ത് തന്നെ ആയാലും, സ്കൾപ്ചർ ആയാലും പെയിന്റിംഗ് ആയാലും whatever it is, you can derive your own meanings from it. Okay, അതും ഒരു മേജർ ഡിഫറൻസ് ആയിരുന്നു. Another thing is interactive media and internet. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. There is this distribution of knowledge. നമുക്ക് പുസ്തകം എന്ന് പറയുന്നത്, ബുക്ക് എന്ന് പറയുന്നത് ആ പ്രിന്റഡ് ഫോമിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നതല്ല. യു ഗെറ്റ് ഇറ്റ് ത്രൂ ഡിഫറെന്റ് വേസ്. നമുക്ക് പല രീതിയിലും നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. And architectural forms ഒക്കെ വരുമ്പോഴത്തേക്ക് I think it's better that you Google and understand it. കാരണം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്, ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ മേജർ ആയിട്ടുള്ള ഡിഫറൻസസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഓരോ പീരിയഡിലും ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ അഗസ്റ്റൻ ഏജ് എടുക്കുന്ന സമയത്ത് അവരുടെ ഒരു ചിന്ത ഉണ്ടല്ലോ, ആ ക്ലാസിക്കൽ ഐഡിയ എന്ന് പറയുന്ന സംഭവം, അത് അവരുടെ ആർക്കിടെക്ചറിലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബിൽഡിങ്സ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്തത് എന്നുള്ളത്, സിമെട്രിയും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രോപ്പർ ആയിരുന്നു. മോഡേൺ പീരിയഡ് ആയപ്പോഴത്തേക്ക് ഇത് ഡിഫറെന്റ് ആയി. ഓക്കെ, അതുപോലെ തന്നെയാണ് പോസ്റ്റ് മോഡേൺ പീരിയഡിലും ദിസ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഡിഫേർഡ്. ഓക്കെ, and finally what happened is that relatively a slow paced life, it was driven by grounded principles, and now it became fast paced and lost its calm. Okay, ഈ പറഞ്ഞ എന്താ പറയാ, വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് നമ്മൾ ജീവിച്ചൊരു സമയമായിരുന്നു. പക്ഷേ what happened is that now we lost that pace. ആ ഒരു സ്ലോ ആയിട്ട് പോകുന്നതിന് പകരം the world is very fast now. Okay, it's very fast, you know, things are moving in a very fast way. ടൈം എന്ന് പറയുന്നത് പറക്കുവാണ്. And people lost its calm. Okay, അപ്പൊ ഇതാണ് മേജർ ആയിട്ട് നമ്മൾ മോഡേണിസം പോസ്റ്റ് മോഡേണിസം തമ്മിൽ നോക്കുമ്പോൾ തിങ്കിങ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, when you learn about postmodern literature, it's very necessary that you know all these things. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും. കാരണം നമ്മൾ whenever you the problem with postmodern literature is that we get confused between both of them. ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് എങ്ങനെയാണെന്നത് മനസ്സിലാവാണ്ടായി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നോ? Was it clear to you all? Yes, Miss, മനസ്സിലായി. Okay. So I hope it was clear. ഒരാളൊക്കെ എനിക്ക് പറഞ്ഞു, ബാക്കി മിണ്ടാതിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can even chat. Okay, text ചെയ്യാം, it will be fine. മനസ്സിലായി. Okay, fine. Okay. ഇനി നമ്മുടെ സ്ലൈഡാണ് ഒരു പ്രശ്നം അല്ലെ? സ്ലൈഡ് മാറിയിട്ടുണ്ടോ? ഓ, പോസ്റ്റ് മോഡേണിസം മാറിയിട്ടുണ്ട്. ദൈവഭാഗ്യം. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത ടോപ്പിക് അല്ല, നമ്മുടെ ഒരേ ടോപ്പിക്കാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഒന്ന് രണ്ട് തിങ്കേഴ്സിനെ മാത്രം ഒന്ന് കാണാം. കാരണം അതെന്താന്ന് വെച്ചാല് നമ്മള്
ഇപ്പോ ഈ തിങ്കേഴ്സ് ഇല്ലാണ്ട് ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. അവരെ പറ്റി പറഞ്ഞേ പറ്റുള്ളൂ. നല്ല രസമാണ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതാണ് മെയിൻ തിങ്. പിന്നെ നമ്മൾ നെറ്റ് എക്സാമിലാണെങ്കിലും there are frequent questions asked from this part. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യു മൈറ്റ് ബി ലേണിംഗ് ഇറ്റ് ത്രൂ യുവർ തിയറി സെഷൻസ്, പക്ഷെ അത് നിങ്ങൾക്ക് റിവിഷൻ ആയിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കും, ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കും. ഓക്കെ, നൗ പോസ്റ്റ് മോഡേണിസം എന്താന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലേറ്റ് 20th സെഞ്ചുറി, ദാറ്റ് ഈസ് നമ്മൾ പ്രിസൈസ് ആയിട്ട് പറയുമ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. ഓക്കെ, അങ്ങനെ നമുക്ക് എടുത്തു പറയാം. സോ ആഫ്റ്റർ ദിസ്, അല്ലെങ്കിൽ ലേറ്റ് 20th സെഞ്ചുറിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഫിലോസഫി ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, മൂവ്മെന്റ്. ഓക്കെ, ആസ് എൻ എ മൂവ്മെന്റ് അത് പല ഫീൽഡ്സിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇറ്റ് വാസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ലിറ്ററേച്ചർ അലോൺ. ഓക്കെ, അത് എന്താണ്, ഫിലോസഫിയിൽ വന്നു, അതായത് പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് ഒരുപാട് പേര് വന്നു. ഓക്കെ, ആർട്സിൽ വന്നു, ആർക്കിടെക്ചറിൽ വന്നു, ക്രിറ്റിസിസത്തിൽ വന്നു, എല്ലാത്തിലും ഈ പറഞ്ഞ ഓക്കെ അപ്പൊ എന്താണ്, എല്ലാത്തിലും ഈ പറഞ്ഞ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്തു എന്ന് തന്നെ പറയാം. ഓക്കെ, ആൻഡ് ലിയോട്ടർഡ് വാസ് വൺ ഫേമസ് തിങ്കർ. ഓക്കെ, ജോൺ ഫ്രാൻസിസ് ലിയോട്ടർഡ് എന്നാണ്. ആൻഡ് he has written this very famous work called the postmodern condition. ഈ പുസ്തകം നിർബന്ധമായിട്ടും നോട്ട് ചെയ്യുക, ഈ തിയറിസ്റ്റിനെ നിർബന്ധമായിട്ടും, തിങ്കറിനെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ബിക്കോസ് ദിസ് ക്വസ്റ്റൻ അല്ലെങ്കിൽ അബൌട്ട് ഹിം, ഈ പുസ്തകവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ എപ്പോഴും നെറ്റ് എക്സാമിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മാച്ച് ദി ഫോളോവിങ് ക്വസ്റ്റൻസ് വരും ചിലപ്പോൾ, അതായത് പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ, പിന്നെ അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ. പിന്നെ ഈ കൊട്ടേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ദിസ് ഇസ് സംതിങ്, നമുക്കൊരു മേജർ സംഭവം എന്ന് പറയുന്നത് ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റ നാരറ്റീവ്സ്. ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ള ആളാണ് ലിയോട്ടർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. Yeah, okay. So Lyotard was one important thinker when it comes to postmodernism, and അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ആണ്. It was the postmodern condition. Okay, as I told you, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം പഠിക്കുന്നതായിരിക്കും. ബട്ട് ഹിയർ നമ്മളിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് പറയാതെ ഇത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിലേക്ക് നമുക്ക് ഡയറക്ട്ലി ചാടാൻ പറ്റില്ല. ഓക്കെ, സോ Lyotard was a person, and one of his famous words is that he said that postmodernism was an incredulity towards meta-narratives. Okay, incredulity എന്ന് പറഞ്ഞാൽ എന്താണ്, skeptical ആണ്. They are questioning this meta-narratives. ഈ മുന്നേ എക്സിസ്റ്റ് ചെയ്ത് പോയിട്ടുള്ള കുറെ സംഭവങ്ങൾ. ഇപ്പം നിങ്ങൾ, എനിക്കറിയില്ല എത്ര പേര് എന്റെ ഓഡിയോ ക്ലിയർ ആണോ, സ്ക്രീൻ കാണുന്നുണ്ടോ, ആൻഡ് can you see me? എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ് മിസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, സ്ലൈഡ് ഷോ പോകുന്നു. അത് ഞാൻ കേട്ടില്ല, ലാസ്റ്റ് പറഞ്ഞ ഞാൻ കേട്ടില്ല, പക്ഷെ ഐ എം കണ്ടിന്യൂയിങ്. ഓക്കെ, സോ ലിയോട്ടർഡ് പറഞ്ഞ ഒരു കാര്യമായിരുന്നു the incredulity towards meta narratives. As I told you, വളരെ skeptical ആയിരുന്നു ഇവര്. Okay, they started questioning this thing, ഈ പറഞ്ഞ ഒരു സ്ലൈഡ് ഷോ വർക്ക് ചെയ്യുന്നില്ല, സെയിം പ്രോബ്ലം. കുഴപ്പമില്ല, സ്ലൈഡ് കാണണ്ടല്ലോ, വെറുതെ സമയം കളയാൻ. Okay, fine. Okay, so this incredulity, ഇപ്പൊ മെറ്റ നാരറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡ് നാരറ്റീവ്സ്. ഓക്കെ, ഗ്രാൻഡ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, ഗ്രാൻഡ് ആയിട്ട് പറയുമ്പോൾ ഗ്രാൻഡ് വർക്ക്സ് അല്ല, ഇൻസ്റ്റെഡ് ടെക്സ്റ്റ് ദാറ്റ് വി ബിലീവ് ദാറ്റ് ഇറ്റ് കൺവേസ് സം കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ ട്രൂത്ത്. എന്തോ ഒരു സംഭവം പറയുന്നുണ്ട്, വലിയൊരു വാല്യൂ കൺവേ ചെയ്യുന്നുണ്ട് നമ്മൾ വിശ്വസിച്ചിരുന്ന പുസ്തകങ്ങൾ, അതൊന്നും അങ്ങനെയല്ല. അല്ലെങ്കിൽ ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റനിങ് ദിസ് ദീസ് മെറ്റ നാരറ്റീവ്സ്, ദീസ് ഗ്രാൻഡ് നാരറ്റീവ്സ്. ഓക്കെ, അതാണ് ലിയോട്ടർഡ് മുന്നോട്ട് വെച്ച പോയിന്റ് എന്ന് പറയുന്നത്. We'll be dealing with what Lyotard spoke about. Okay, and he says that it does not seek to give reality but to invent illusions to the conceivable which cannot be presented. Okay, നമ്മള് നമ്മള് മോഡേണിസം, പോസ്റ്റ് മോഡേണിസം പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എല്യൂഷൻസ് എന്ന് പറയുന്നത്, റെഫറൻസസ്, യൂസേജ് ഓഫ് റെഫറൻസസ് എന്നൊക്കെ പറയുന്നത്. സോ യു കാണ്ട് സ്റ്റേ ഏതെങ്കിലും ഒരു പുസ്തകത്തിനകത്ത് എക്സാക്ട്ലി ആ റിയാലിറ്റി പോർട്രേ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇൻസ്റ്റന്റ് ദേ ആർ ഓൺലി എല്യൂഷൻസ്. ചുമ്മാ അതുപോലെയുള്ള കുറെ സംഭവങ്ങൾ, ഇൻസ്റ്റൻസസ് കാണിച്ചു തരുന്നു എന്നുള്ളതല്ലാതെ യു കാൻ സേ ദാറ്റ് സംതിങ് ഓർ സം വർക്ക് എക്സാക്ട്ലി പോർട്രേസ് ദാറ്റ് റിയാലിറ്റി, ആ റിയാലിറ്റി കൊണ്ടുവരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ലിയോട്ടർഡ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇറ്റ് ആക്റ്റീവ്ലി സെർച്ചസ് ഔട്ട് ഹെറ്ററോജനൈറ്റി, pluralism and constant innovation. Okay, now this was another major feature of postmodernism. Heterogeneity എന്ന് പറയുന്നത്, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. People cannot be homogeneous. Homogeneous എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈക്ക് ഓക്കെ, വളരെ സിമിലർ ആയിരിക്കും, എല്ലാ കാര്യത്തിലും സിമിലർ ആയിരിക്കും, എല്ലാത്തിലും ഒരുപോലെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല ആൾക്കാരെ. ഇറ്റ് ആക്റ്റീവ്ലി സെർച്ചസ് ഔട്ട് ഹെറ്ററോജനൈറ്റി. there can be people who are different. അതിപ്പോ പല കാര്യങ്ങളിലായിരിക്കും, നമ്മൾ ഇന്നും കാണുന്ന പല പുസ്തകങ്ങളിലും. ഇപ്പം അരുന്ധതി റോയുടെ ദി മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്,
ആ പുസ്തകത്തിനകത്ത് what we see is that കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്നും ഡിഫറെന്റ് എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡിഫറെന്റ് എന്ന പേരിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അങ്ങനത്തെ കുറെ ഗ്രൂപ്പ്സിനെ എടുത്തിട്ടാണ് റോയ് ആ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു ഹെറ്ററോജനൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിനേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് മോഡേണിസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ടിൽ ദെൻ അത് സംഭവിച്ചിട്ടില്ല. നമ്മൾ ഇന്നിപ്പോ ഇതൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഈസി, ലൈക്ക് ഒരു ലെസ്ബിയൻ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സബോൾട്ടേൺ പേഴ്സൺ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൗ ദിസ് ഇസ് വെരി ഈസി ബിക്കോസ് നൗ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ഡിസ്കസിങ്. കുറെ കൂടെ ആൾക്കാർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ സംഭവിച്ചത് പോസ്റ്റ് മോഡേണിസം എന്ന പീരീഡ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ്. അൺടിൽ ദെൻ ദീസ് വെർ ഫോർബിഡൻ ടോപ്പിക്സ്. ഇതൊന്നും ആൾക്കാർ സംസാരിക്കാത്ത, ഇതൊന്നും ആരും എവിടെയും എന്താണ് പറയപ്പെടാത്ത കുറെ ടോപ്പിക്സ് ആയിരുന്നു, പറയാൻ പാടില്ലാത്ത കുറെ ടോപ്പിക്സ് ആയിരുന്നു. ഓക്കെ, സോ പോസ്റ്റ് മോഡേണിസം കെയിം അപ്പ് വിത്ത് ദിസ് ഹെറ്ററോജനൈറ്റി. ഈ ഒരു സംഭവമായിട്ട് മുന്നോട്ട് വന്നു. ദേ ഫോക്കസ്ഡ് ഓൺ പ്ലൂറലിസം. ഇപ്പൊ നമ്മള് കൊളോണിയലിസത്തിന്റെ ഒരു പോസ്റ്റ് കൊളോണിയൽ പീരീഡ് ആയിരുന്നു. ആൻഡ് പീപ്പിൾ there were a lot of people. It was not just about Britishers. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എഴുതുന്നത് മാത്രമായില്ല. ഓക്കെ, എനിത്തിങ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. നമ്മൾ നെറ്റ് എക്സാമിന് പഠിക്കുമ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം എനിത്തിങ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ഇസ് ആ ടോപ്പിക്. എല്ലാം എന്തെങ്കിലും ഒന്ന് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ അത് നമുക്ക് പഠിക്കാനുള്ള സാധനമാണ്. ഓക്കെ, സോ ആ ഒരു പ്ലൂറലിസം എന്ന് പറയുന്നത് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദി വേൾഡ് ദേ സ്റ്റാർട്ടഡ് കോൺട്രിബ്യൂട്ടിങ് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടെ പോസ്റ്റ് മോഡേണിസ്റ്റ് കൊണ്ടുവന്നു. ഓക്കെ, ആ ഒരു ഐഡിയ അവർ കൊണ്ടുവന്നു. ആൻഡ് അബൌട്ട് കോൺസ്റ്റന്റ് ഇന്നോവേഷൻ. കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇന്നോവേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് പറയുന്നത് ഡിഫർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോ മോഡേൺ പീരീഡ് തൊട്ടിട്ടാണ് അത് മെയിൻ ആയിട്ട് കണ്ടത്. കാരണം ജെയിംസ് ജോയ്സ് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. യൂലിസിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിനകത്ത് ഏതാണ്ട് 39 pages വെർ അൺപങ്ക്ച്വേറ്റഡ്. യാതൊരു രീതിയിലുള്ള പങ്ക്ച്വേഷൻ മാർക്സും ഇല്ലാണ്ടാണ് 39 or 36 അത്രയും പേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, അൺപങ്ക്ച്വേറ്റഡ് ആണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, ആളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് അതേപടി പകർത്തി എഴുതുക ചെയ്യുന്നത്. DH ലോറൻസിന്റെ വർക്ക്സ് അങ്ങനെ തന്നെയാണ്. ഒരുപാട് ബാൻ അദ്ദേഹത്തിന്റെ വർക്ക്സിന് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ലേഡി ഷാറ്റ്ലിസ്റ്റിൽ അവരൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ എന്താണ്, പീപ്പിൾ സ്റ്റാർട്ടഡ് ബിക്കമിങ് ഇന്നോവേറ്റീവ്, എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഐഡിയാസിൽ അവർ ഫോക്കസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്താണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഒരു പീരീഡിനകത്ത് നമ്മൾ കാണുന്ന കാര്യമാണ്. ഇനി പറയാൻ പോകുന്നത് ദ 3 forms ഓഫ് പോസ്റ്റ് മോഡേണിസം. ഇത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്നുള്ള നിലയിൽ പോസ്റ്റ് മോഡേണിസം അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ, തിയോറിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ, കൾച്ചറൽ എന്ന് പറയുന്നത് എങ്ങനെ. കാരണം ഹിസ്റ്റോറിക്കലി നമ്മൾ പറയുമ്പം ആഫ്റ്റർ ദി വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഒരു സമയം, ആൻഡ് വാട്ട് ഹാപ്പൻ ടു പീപ്പിൾ ഡ്യൂറിങ് ദാറ്റ് ടൈം, ഇതൊക്കെയാണ്. തിയോറിറ്റിക്കലി നമ്മൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഈ നോളജ് എന്ന് പറയുന്ന ഷെയർ ചെയ്യുന്ന സിസ്റ്റം, പിന്നെന്താണ് തിയോറിറ്റിക്കൽ ആവുന്ന ഒരു സംഭവം, സബ്ജക്റ്റീവ് ആവുന്ന ഒരു സംഭവം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും. കൾച്ചറൽ എലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പീപ്പിൾ ബിക്കം സബ്ജക്റ്റീവ്. കാരണം എല്ലാത്തിലും ഒരു മാറ്റം വന്നു തുടങ്ങി. ഈ ഹൈ ആർട്ട് എന്ന് പറയുന്നതും ലോ ആർട്ട് എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ പിന്നെ പോയി തുടങ്ങി. ഓക്കെ, ഇപ്പം മോഡേൺ പീരീഡ് വരെയും എന്താണ് ഹൈ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈ ആർട്സ് എന്തൊക്കെയാ, സ്കൾപ്ചർ എന്ന് പറയുന്നത്, പെയിന്റിംഗ് എന്ന് പറയുന്നത്, ഇതൊക്കെ വളരെ ഹൈ ഫോംസ് ഓഫ് ആർട്ടാണ്. പക്ഷെ പോസ്റ്റ് മോഡേൺ പീരീഡിൽ നമ്മൾ എന്താണ്, സ്ലൈഡ് വർക്ക് ചെയ്യുന്നില്ലേ, ലാസ്റ്റ് അറ്റം ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്, ഫൈൻ. ഓക്കെ, സോ ആ ഒരു ഹിസ്റ്റോറിക്കൽ നമ്മൾ കഴിഞ്ഞല്ലോ പറഞ്ഞു, നമ്മൾ എവിടെയാണ് നിർത്തിയത്, കൾച്ചറൽ എലിമെന്റ്സ്. അപ്പം നമ്മൾ പോസ്റ്റ് മോഡേൺ പീരീഡിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഹൈ ആർട്സും ലോ ആർട്ടും തമ്മിലുള്ള ഡിഫറൻസിന് പോയി എന്നാ പറയുന്നത്. ബിക്കോസ് ഈ സ്കൾപ്ചർ, പെയിന്റിംഗ്, ഇതിനൊക്കെ വളരെ ഹൈ ഫോംസ് ഓഫ് ആർട്ട് ആയിട്ടാണ് ടിൽ മോഡേൺ പീരീഡ് ദാറ്റ് വാസ് വ്യൂഡ് ലൈക്ക് ദാറ്റ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് മോഡേൺ പീരീഡ് ആയപ്പോഴത്തേക്ക് നൗ വി ഹാവ് ഓൾ ഫോംസ് ഓഫ് ആർട്ട് അല്ലെ. നമ്മളിപ്പം എഴുത്ത് മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ പേപ്പറിലുള്ള എഴുത്ത് മാത്രമാണോ ഇന്ന് നല്ലത്? അല്ല, വി സി പീപ്പിൾ ഹു റൈറ്റ് ഇൻ ബ്ലോഗ്സ്, ഹു റൈറ്റ് ഓൺലൈൻ, എല്ലാം എഴുത്ത് തന്നെയാണ്, എല്ലാം കല തന്നെയാണ്, ആർട്ടാണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞൊരു ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞൊരു എന്താ പറയാ ബീതോവന്റെ മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ബട്ട് ലേറ്റർ പോസ്റ്റ് മോഡേൺ പീരീഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് there were DJs കമ്മിങ് അപ്പ്, ജാസ് ക്രിറ്റിക്സ് വരുന്നുണ്ടായിരുന്നു. ലാക്കിൻ എന്നൊക്കെ പറയുന്ന റൈറ്റർ ഒരു ജാസ് ക്രിറ്റിക് ആയിരുന്നു. ഓക്കെ, ജാസ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കൽ ഫോം, ആ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, കൾച്ചറലി കുറെ ഡിഫറൻസസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ദിസ് വാസ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഡ്യൂറിംഗ് ദി പോസ്റ്റ് മോഡേൺ പീരീഡ്. ഓക്കെ, and postmodernism later on it was developed by thinkers like Roland Barthes, Foucault, Derrida and others. So ivarekke you'll be dealing with them in your literary theory or theory classes. I guess it'll be in the theory classes.
അപ്പൊ എന്തായാലും നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ റൈറ്റേഴ്സിനെ ഫോക്കസ് ചെയ്യുക. ഓൾസോ ഓൺ ജൂലിയ ക്രിസ്റ്റേവ. ഓക്കെ, ക്രിസ്റ്റേവ, ലിയോട്ടർഡ്, ബോദ്രില. നമ്മൾ അടുത്തത് പറയാൻ പോകുന്ന ആളാണ് ജോൺ ബോദ്രില. ഓക്കെ, ജോൺ ബോദ്രില എന്ന് പറയുന്നതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് മോഡേൺ തിങ്കർ ആണ്. നമ്മുടെ നെറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോഴും ബോദ്രിലയുടെ ക്വസ്റ്റൻസ് ഓഫൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, so Baudrillard, he came up with concepts like simulation, hyper reality. Hyper reality ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. That is the mingling between reality and virtual reality. ഇത് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കാരണം what happens is that you don't understand what is real and what is virtual. ഏതാണ് റിയാലിറ്റി, ഏതാണ് വെർച്വൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അതിനാണ് നമ്മൾ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സിമുലേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇമിറ്റേഷൻ ഓഫ് റിയൽ വേൾഡ്സ്. ഓക്കെ, ഇമിറ്റേഷൻ, അതിനെയാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, and his major works include Simulacra and Simulation, 1981. Works in OTIA, also the year it was published. Okay, Simulacra and Simulation was one of his major works. Also, the Gulf War did not take place. This was in the year 1991. Okay, 1991 ഇറങ്ങിയതാണ്. And he said that അദ്ദേഹം വളരെ ഫേമസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ദി ഗൾഫ് വാർ എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല. ഇറ്റ് ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ്. ഓക്കെ, അത് മീഡിയ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു സാധനമാണെന്നും അത് ഒറിജിനലി നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ബോദ്രില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഹി ഈസ് ഓൾസോ എ വെരി ഫേമസ് തിങ്കർ വെൻ ഇറ്റ് കംസ് ടു പോസ്റ്റ് മോഡേണിസം. Okay, yeah. So another thing Lyotard said is that നമ്മൾ നേരത്തെ പറഞ്ഞ Jean Francis Lyotard പറഞ്ഞ വേറൊരു കാര്യമാണ്. He said that modernism relies on meta-narratives. Okay, modernists-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ സ്ലൈഡ് മാറിയിട്ടുണ്ടല്ലോ അല്ലെ? ഇല്ല, മാറിയിട്ടില്ല. ഞാൻ ഉറപ്പായിട്ടും അടുത്ത ക്ലാസ്സിലേക്ക് ഈ ഒരു പ്രശ്നം എന്താന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് സോർട്ട് ചെയ്യാം. ഇപ്പോ what do you see now? സെയിം തന്നെ, നേരത്തെ ഉള്ള തന്നെ. Reforms of postmodernism. ഇപ്പോഴെന്താ കാണുന്നത്? ഓക്കെ, ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, ഇറ്റ്സ് അബൌട്ട് ലിയോട്ടർഡ് അഗൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ തിങ്കർ ആണ് ലിയോട്ടർഡ്. ആൻഡ് ഹി സെഡ് ദാറ്റ് മോഡേണിസം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. മോഡേണിസം എന്ന് പറയുന്നത് ദേ റിലൈഡ് ഹൈലി ഓൺ ദി മെറ്റ നാരറ്റീവ്സ്. ഈ പറഞ്ഞ ഗ്രാൻഡ് നാരറ്റീവ്സ്, അതിനെയാണ് ലിയോട്ടർഡ് പറഞ്ഞത്. മോഡേണിസം അതിനെ റിലൈ ചെയ്യുന്നു എന്നാണ് ലിയോട്ടർഡ് പറഞ്ഞത്. ബട്ട് he believed അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് they focused and they focused more on mini or local narratives. Okay, ഈ പറഞ്ഞ യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഉണ്ട് എന്ന് പറയുന്ന ഗ്രാൻഡ് നാരറ്റീവ്സ് ഉണ്ടല്ലോ, അതിനകത്തൊന്നും ഒന്നും ഇല്ല എന്നുള്ളതും. Instead, they focused more on the mini or local narratives. Okay, അപ്പൊ ഇത് ലിയോട്ടർഡ് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. Do note it. Okay, it has been asked several times. Okay, and also he emphasized on the postmodern view of language as incapable of representing reality. So ലിയോട്ടർഡിന്റെ ഒരു പോയിന്റ് ഇതായിരുന്നു. One thing is about this meta narratives. ഈ meta narratives എന്ന് പറഞ്ഞ സംഭവം എന്ത് എന്നുള്ളതായിരുന്നു ലിയോട്ടർഡിന്റെ ഒരു പോയിന്റ്. Another thing is about the incapability of language. കാരണം നിങ്ങൾ പിന്റേറിയൻ പോസസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹാരൽഡ് പിന്ററിന്റെ വർക്ക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വി നോ ദാറ്റ് മോർ ദാൻ ഹിസ് വേർഡ്സ്, അദ്ദേഹത്തിന്റെ വേർഡ്സിലുള്ളതിനെക്കാട്ടിലും മീനിങ് കൺവേ ചെയ്തിട്ടുള്ള അതിനകത്തുള്ള പോസസ് ആണ്. ഓക്കെ, അതിനകത്തുള്ള കുറെ സ്റ്റോപ്സ് വരുന്നുണ്ട്, കുറെ ഡോട്ട്സ് വരുന്നുണ്ട്. അതാണ് കുറെ കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയർ കൺവേ ചെയ്യുന്നത്. ഓക്കെ, ഒരു കോമഡി ഓഫ് മെനസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം, പിന്നെ നോക്കാം. ഇപ്പൊ തൽക്കാലം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാല് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻകേപ്പബിൾ ഓഫ് റെപ്രസെന്റിങ് റിയാലിറ്റി. എന്ന് പറയുമ്പോൾ സോഷ്യൂറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ആൻഡ് ദേ സെഡ് ദാറ്റ് ലാംഗ്വേജ് ഇസ് ഇൻകേപ്പബിൾ ഓഫ് റെപ്രസെന്റിങ് റിയാലിറ്റി എന്താണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത് ലാംഗ്വേജ് ഇസ് വെരി മച്ച് ഇൻകേപ്പബിൾ. അത് കംപ്ലീറ്റ് അല്ല, അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് അത് പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടെ ലിയോട്ടർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലിയോട്ടർഡിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട് വിച്ച് വാസ് ആസ്ക്ഡ് പ്രീവിയസ്ലി. അതിന്റെ മുന്നേ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം ലൈക് വാട്ട് വി സെഡ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇറ്റ് വാസ് റിഗാർഡിംഗ് ദി ഫീച്ചേഴ്സ് ഓഫ് മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം, ഈ വക കാര്യങ്ങളായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് വി ടോക്ട് അബൌട്ട് ലിയോട്ടർഡ് ആൻഡ് ഹിസ് വർക്ക് കോൾഡ് ദി പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ ആൻഡ് ഹിസ് ഫേമസ് കൊട്ടേഷൻ ഇൻക്രെഡിബിലിറ്റി ടുവേർഡ്സ് മെറ്റ നാരറ്റീവ്സ്. പോസ്റ്റ് മോഡേണിസത്തിന് എന്തായിട്ടാണ് അദ്ദേഹം കണ്ടത്? ഹി സെഡ് ദാറ്റ് ഇറ്റ്സ് ദി ഇൻക്രെഡിബിലിറ്റി ടുവേർഡ്സ് മെറ്റ നാരറ്റീവ്സ്. ദേ വർ വെരി skeptical about the grand overarching stories and എന്താ പറയാ എന്തോ ഒരു തരം യൂണിവേഴ്സൽ ട്രൂത്ത് പറയുന്നുണ്ട് എന്ന് പറയുന്ന പുസ്തകങ്ങളിൽ ഒന്നും തന്നെയും അത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പോയിന്റ് ആയിരുന്നു അവർ പറഞ്ഞത്. ഓക്കെ, പിന്നെ എന്താണ്, we talked about it was developed by thinkers like Roland Barthes, Foucault, Derrida and others. Then also we talked about John Baudrillard's concepts like simulation and hyper reality. Also his works Simulacra and Simulation എന്ന് പറയുന്നതും The Gulf War did not take place എന്ന് പറയുന്നതും. Both these are important works by Baudrillard. Okay,
And we also talked about Lyotard, how he observed modernism and postmodernism. Modernism എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മെറ്റ നാരറ്റീവ്സിൽ വിശ്വസിച്ചു. നേരെ മറിച്ച് postmodernism എന്ന് പറയുന്നത് they focused more on the mini or local narratives. Okay. കാരണം എന്താണ്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു സിംഗിൾ വ്യൂ അല്ലെങ്കിൽ ഒരു സിംഗിൾ സാധനം ഒരാൾ വ്യൂ ചെയ്യുന്ന രീതിക്ക് മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ എന്ന് പറയുന്നത് എന്താണ്, അത് ഹീജമണിയാണ്. അത് വേറൊരാളുടെ ഐഡിയ മറ്റൊരാളുടെ മേലെ ഇമ്പോസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, എല്ലാത്തിനും പല വ്യൂ പോയിന്റ്സ് ഉണ്ടാവും. റിയാലിറ്റി എന്ന് പറയുന്നത് തന്നെ യു ക്യാൻ ഒബ്സർവ് ഇറ്റ് ഇൻ ഡിഫറെന്റ് വേസ്, പല പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. അപ്പൊ ഇതിലാണ് പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ തിങ്കേഴ്സ് ആൻഡ് റിഗാർഡിംഗ് പോസ്റ്റ് മോഡേണിസം. പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് പോസ്റ്റ് മോഡേണിസം? A term used to describe the contemporary cultural production, a literary movement concerned with extreme self-reflexivity, an attempt to break down the barriers between high and low culture, all of the above. എന്താണ് ആൻസർ? ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഡി ആണോ ശരി? ഡി തന്നെയാണ് ഷുവർ ആയിട്ടും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യമുള്ളൂ, സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അബൌട്ട് ദി കണ്ടംപററി കൾച്ചറൽ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ഒരു പോപ്പുലർ ആർട്സിൽ പോസ്റ്റ് മോഡേണിസ്റ്റ് ഫോക്കസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ദേ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ദി ദി പോപ്പുലർ ആർട്സ്. ഈ പറഞ്ഞ ഡി ജെ ആണെങ്കിലും റിമിക്സസ് ആണെങ്കിലും ഇതിന്റെ ഒക്കെ ഒരു ലോകമാണ് ഇപ്പോൾ. റിമിക്സസും ഡി ജെസും ഒഴിഞ്ഞിട്ടുള്ള നേരമില്ല, എല്ലാ പഴയ പാട്ടും എടുത്തിട്ട് ഡി ജെയും റിമിക്സും ആണ്. ഇപ്പൊ നമ്മൾ ആരും ഓപ്പറ കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലാസിക്കൽ സിംഗിങ്ങോ അതിന്റെ പിന്നാലെ ഒന്നും ആരും പോകുന്നില്ല. This was the same thing that happened at the beginning of postmodernism also. Popular arts le focus ചെയ്തു തുടങ്ങി. And it was a movement that concerned with extreme self-reflexivity. Self-reflexivity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്താ പറയാ, ഈ മോഡേൺ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ വർക്ക്സിന്റെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും അതിന്റെ ഒരു ഫിക്ഷണൽ സ്റ്റേറ്റസ് ഉണ്ടല്ലോ. നിങ്ങൾ വായിക്കുന്നത് ഒരു ഫിക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, യു ആർ നോട്ട് റീഡിങ് എനി റെപ്രസെന്റേഷൻ ഓഫ് റിയാലിറ്റി, ഇൻസ്റ്റെഡ് യു ആർ റീഡിങ്. നമ്മളിപ്പോ നോവൽ വായിക്കുവാണെങ്കിൽ യു ആർ റീഡിങ് എ നോവൽ, ആ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൻ. അപ്പൊ അതൊരു എന്താണ്, നമുക്ക് ഈ ഒരു ഫിക്ഷണൽ സ്റ്റേറ്റസ് വളരെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു നോവലാണ്. ബിക്കോസ് അതിനകത്ത് നോവലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് ഇടപെടും. ഓക്കെ, നോവലിസ്റ്റ് പറയും ഇനി ഞാൻ ഇതിന് എന്ത് ടേൺ ഓവർ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കഥയിലേക്ക് ഇൻവോൾവ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ദി റൈറ്റർ കംസ് അപ്പ് വിത്ത് ദിസ് ഐഡിയ ദാറ്റ് വാട്ട് യു ആർ റീഡിങ് ഇസ് ഓൺലി എ ഫിക്ഷൻ. നിങ്ങൾ വായിക്കുന്ന ഒരു ഫിക്ഷൻ ആണ്. ആൻഡ് ഹി വാണ്ട്സ് യു ടു തിങ്ക്, ഹി ഡസ് നോട്ട് വാണ്ട് യു ടു ഇൻവോൾവ് ഇമോഷണലി ഇൻ ദാറ്റ് വർക്ക്. ആ വർക്കിനകത്തേക്ക് കയറി ഇമോഷണലി ഇൻവോൾവ് ചെയ്ത് ആ ക്യാരക്ടറിനെ അതേപടി ഫീൽ ചെയ്ത് അതിന്റെ ആവശ്യമൊന്നും അവർക്കില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. വെറിൻ യു സീ ദാറ്റ് എ വർക്ക്സ് ഫിക്ഷണൽ സ്റ്റേറ്റസ് ഇസ് ബീങ് ഫോക്കസ്ഡ്. ഒരു വർക്ക് ഫിക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അതിന്റെ ആർട്ടിഫിഷ്യാലിറ്റി, അതായത് അത് ഒരാൾ എഴുതിയിട്ടുള്ള നോവലാണ്, ഒരാൾ എഴുതിയിട്ടുള്ള പോയമാണ് എന്നുള്ള കാര്യത്തെ സ്ട്രെസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. സ്പെഷ്യലി സെൽഫ് റിഫ്ലെക്സിവിറ്റി ഇൻ പോസ്റ്റ് മോഡേണിസം. ഓക്കെ, and also it was an attempt to break down the barriers between high and low culture. Obviously the answer is all of the above. Okay, all of the above തന്നെയാണ് മൂന്നും പോസ്റ്റ് മോഡേണിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി okay, which of the following are common conventions of postmodern literary writing? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഏതാണ് പറഞ്ഞോളൂ. സ്ട്രേറ്റ് ഫോർവേഡ് പ്ലോട്ട്സ് ആൻഡ് റിയലിസ്റ്റിക് സിറ്റുവേഷൻസ് ആണോ? ക്വസ്റ്റ്യൻ വായിക്കാം. Clear and obvious meanings, a respect for previous literary styles and conventions, metafiction and intertextuality. ഡി ആണെന്ന് ഗസ് ചെയ്യുന്നു. വേറെ ഗസ്സസ് ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ ഇത് സിമ്പിൾ ആണ്, ഇത് അത്ര ഉള്ളൂ, ആൻസർ പറയേണ്ട ആവശ്യമില്ല എന്നാണോ? Okay, fine. Yeah, so obviously it is metafiction and intertextuality. നമ്മൾ എന്താ പറയാ, നെറ്റ് എക്സാമിന് ആൻസർ ചെയ്യുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഇത് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷെ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം സ്പെഷ്യലി എന്താ പറയുക, നമ്മൾ ടെൻസ്ഡ് ആവുന്ന ഒരു സമയത്ത് എക്സാം ഹാളിൽ കയറുമ്പം നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. സോ യു മൈറ്റ് ഹാവ് കൺഫ്യൂഷൻസ്. അപ്പൊ അതിന് ഒരു നല്ല വഴി എന്ന് പറയുന്നത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഇതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ആൻസറിൽ എത്തിപ്പെടാൻ. ഓക്കെ, സോ ആദ്യത്തെ കാര്യം അങ്ങനെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ട് ഇതൊന്ന് നോക്കി നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും ദി ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ ദി കൺവെൻഷൻസ് ഓഫ് പോസ്റ്റ് മോഡേൺ ലിറ്റററി റൈറ്റിംഗ് എന്നുള്ളതാണ്.
അപ്പൊ ആദ്യത്തെ ഒരു പോയിന്റ് നോക്കുക, സ്ട്രേറ്റ് ഫോർവേഡ് പ്ലോട്ട്സ് ആൻഡ് റിയലിസ്റ്റിക് സിറ്റുവേഷൻസ്. ഒരു കാരണവശാലും പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് അതല്ല. കാരണം സ്ട്രേറ്റ് ഫോർവേഡ് പ്ലോട്ട്സ് നമുക്ക് കാണാൻ പറ്റില്ല, പ്ലോട്ടേ ഇല്ല. കാരണം ഒരു സംഭവം ഒന്നും സംഭവിക്കില്ല, നത്തിങ് ഹാപ്പൻസ്, നോബഡി ഗോസ്, നോബഡി കംസ്, ഇറ്റ്സ് ഓഫുൾ, അങ്ങനത്തെ ഒരു ലോകമാണ്. സോ സ്ട്രേറ്റ് ഫോർവേഡ് പ്ലോട്ട്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. റിയലിസ്റ്റിക് സിറ്റുവേഷൻസ് ഇല്ല, ബിക്കോസ് പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് ബിലീവ് ദാറ്റ് ലൈക്ക് റൈറ്റിംഗ് ഇസ് നോട്ട് എ റിഫ്ലക്ഷൻ ഓഫ് റിയാലിറ്റി. ഓക്കെ, പക്ഷെ മൂവ്മെന്റ് പോയിട്രി ഒക്കെ അതിന് അഗേൻസ്റ്റ് ആണ്, നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പൊ റിയലിസ്റ്റിക് സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല. ക്ലിയർ ആൻഡ് ഒബ്വിയസ് മീനിങ്സ് എന്തായാലും ഇല്ല, ബിക്കോസ് യു വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഈവൻ വാട്ട് ഇസ് റിട്ടൺ. ഓക്കെ, എന്താ എഴുതിയെന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, എന്ത് നടന്നു എന്ന് പോലും മനസ്സിലാവില്ല. And a respect for the previous literary styles and conventions, not at all, because the postmodern thinkers like Lyotard, they stressed on the fact that this meta narratives എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. They disbelieved in the meta narratives. Instead, they focused on the mini or local narratives. അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മെറ്റഫിക്ഷൻ ഇന്റർടെക്സ്റ്റുവാലിറ്റി അറിയില്ലെങ്കിൽ നമുക്ക് പറയാം, ബാക്കിയുള്ളത് റൂൾ ഔട്ട് ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റി? മെറ്റഫിക്ഷൻ ആൻഡ് ഇന്റർടെക്സ്റ്റുവാലിറ്റി, അത് തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണെന്നുള്ളത്, അപ്പം ഐ തിങ്ക് മെറ്റഫിക്ഷൻ നമ്മൾ മുന്നോട്ടേക്ക് ഡീൽ ചെയ്യുന്നതായിരിക്കും. ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെക്സ്റ്റ്സ്, ആൻഡ് നൗ ദിസ് വാസ് ഓൾസോ എ മേജർ ഫീച്ചർ ഓഫ് പോസ്റ്റ് മോഡേൺ റൈറ്റിംഗ്സ്. കാരണം എന്താണ് ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്തു, ഈ മീനിങ്സ് ഒക്കെ എന്ന് പറയുന്നത് അവർ പ്രീവിയസ് ടെക്സ്റ്റിൽ നിന്നും വളരെയധികം ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് പല ടെക്നിക്സിലൂടെയാണ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാസ്റ്റേജ് പാരഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വേറെ സെഷൻസിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഹിയർ ദി ആൻസർ ഇസ് മെറ്റഫിക്ഷൻ ആൻഡ് ഇന്റർടെക്സ്റ്റുവാലിറ്റി. ഓക്കെ, ഇനി which French philosopher argued that there were no meta or grand narratives, only micro narratives? അല്ലേ വോട്ടറില്ലാട്. അൻസാർ എല്ലാം ചാടിക്കറി പറയുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ചാൻസ് ഇവിടെ കൊടുക്കുന്നില്ല വായിക്കാൻ, അല്ലേ? ഓക്കെ, റൈറ്റ്. അൻസാർ ആണോ അൻസാർ സർ ആണോ ആരാന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കാണുന്ന പേര് വിളിച്ചോന്നേ ഉള്ളൂ. ഓക്കെ, ഐ കാൻറ്റ് ഈവൻ സീ യു ഓൺ ദി സ്ക്രീൻ. ഓക്കെ, സോ ദി ആൻസർ ഇസ് ബോദ്രില. അപ്പൊ ഇവിടെ നമ്മള് എ ആണോന്നോ? ഓക്കെ, എന്താ പറഞ്ഞേ? എ ആണെന്നല്ലേ പറഞ്ഞത് അൻസാർ? ഞാൻ ഏതിനാ പറഞ്ഞത്? പക്ഷേ അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്ന ആൻസർ. താങ്ക് യു. അടുത്ത ഫ്രാൻസിസ് ലോട്ടിയ. സി അല്ലേ? സി ഓപ്ഷൻ. ഓക്കെ, സോ സി ആണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇവിടെ വരുന്ന ഒരു പ്രശ്നം ഇതാണ്, ബോദ്രില എന്ന് പറയുന്ന റൈറ്ററും ലിയോട്ടർഡ് എന്ന് പറയുന്ന റൈറ്ററും രണ്ടിന്റെയും ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജോൺ എന്നാണ്. അപ്പൊ നമ്മൾ എന്തായാലും കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, സോ ഇറ്റ് വാസ് ലിയോട്ടർഡ് ഹു ടോൾഡ് ദാറ്റ് ഇൻക്രെഡിബിലിറ്റി ടുവേർഡ്സ് മെറ്റ നാരറ്റീവ്സ്. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ആൻസർ പറഞ്ഞത് എനിക്ക് വേണ്ടിയിരുന്ന ആൻസർ ആയിരുന്നു. കാരണം ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ പറ്റും, കാരണം അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് അവർ നമുക്ക് തരുന്നത്, എന്തായാലും നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിയോട്ടർഡ് ആയിരുന്നു ഇൻക്രെഡിബിലിറ്റി ടുവേർഡ്സ് മെറ്റ നാരറ്റീവ്സ് എന്നുള്ള കൊട്ടേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് എ ഫ്രഞ്ച് ഫിലോസഫർ. ഹി വാസ് ദി വൺ ഹു ആർഗ്യൂഡ് ദാറ്റ് ദെയർ വാസ് നോ മെറ്റ ഓർ ഗ്രാൻഡ് നാരറ്റീവ്സ്, ഓൺലി മൈക്രോ നാരറ്റീവ്സ്. മിനി അല്ലെങ്കിൽ ലോക്കൽ നാരറ്റീവ്സ് എന്ന് പറയുന്നതിൽ ഫോക്കസ് ചെയ്ത റൈറ്റർ ആരായിരുന്നു? ലിയോട്ടർഡ് ആയിരുന്നു. ഓക്കെ, നേരെ മറിച്ച് ബോദ്രില പറഞ്ഞത് എന്തായിരുന്നു? ബോദ്രില എന്തായിരുന്നു പറഞ്ഞ കാര്യം? ബോദ്രിലയുടെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ? ഹൈപ്പർ റിയാലിറ്റി അല്ലേ? യെസ്, ഹൈപ്പർ റിയാലിറ്റി പറഞ്ഞു. ദി ഗൾഫ് വാർ ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ് എന്നൊക്കെ പറഞ്ഞത് ബോദ്രിലായിരുന്നു. ഓക്കെ, സോ അതും എനിക്ക് തോന്നുന്നു ഈ ലിയോട്ടർഡിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ എന്ന് പറഞ്ഞ വർക്കുമായിട്ടും ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ്, അതായത് നമ്മുടെ ക്രിറ്റിസിസം ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വർക്ക്സ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ടല്ലോ, ബോദ്രില, ലിയോട്ടർഡ്, പിന്നെ ജൂലിയ ക്രിസ്റ്റേവ, പാക്സ്, ഇവരുടെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നിർബന്ധമായിട്ടും ടെക്സ്റ്റിന്റെ ക്രൊണോളജിക്കൽ ഓർഡർ പഠിച്ചു വെക്കുക, കാരണം അത് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അത് ദിസ് ഇസ് വൺ ക്വസ്റ്റ്യൻ. അനദർ വൺ, ഇതിപ്പോ ഞാൻ ഇതിന്റെ ആൻസർ നേരത്തെ പറഞ്ഞു. Who among the following proposed that the Gulf War had never taken place? It was simply a hyper real media generated spectacle. സി അല്ലേ? ബോദ്രില, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ബോദ്രില തന്നെയാണ്. ഹി വാസ് ദി വൺ ഹു സെഡ് ദാറ്റ്. ഇത് 2018 ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഹി വാസ് ദി പേഴ്സൺ ഹു പ്രപ്പോസ്ഡ് ദാറ്റ് ദി ഗൾഫ് വാർ ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ്. ഗൾഫ് വാർ എന്ന് പറഞ്ഞ സംഭവം നടന്നിട്ടില്ല, പകരം അത് എന്ത് പറ്റി, അത് മീഡിയ ജനറേറ്റ് ചെയ്ത ഒരു വാർ ആയിരുന്നു എന്നുള്ള ഒരു പോയിന്റിലാണ് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, so sure, John Bordrilla.
Now, നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം what I told in this class. കാരണം I don't want you to lose that focus. ആ കണക്ഷൻ വിട്ടു പോകരുത്. നമ്മൾ ആദ്യം പറഞ്ഞത് what is the difference between modernism and postmodernism. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. And after that we focused on the major features. റൈറ്റിംഗ്സിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു. And then we talked about postmodernism and two important thinkers. The author എന്ന് പറയുന്ന തിങ്കറിനെയും അതുപോലെ തന്നെ ബോദ്രില, ജോൺ ബോദ്രില എന്ന് പറഞ്ഞ റൈറ്ററിനെയും നമ്മളൊന്ന് എന്ത് ചെയ്തു, we just saw their works. I have not dealt with in detail. അതുപോലെ ബോദ്രിലയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഹൈപ്പർ റിയാലിറ്റി, സിമുലേഷൻ, സിമുലാക്ര എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ഒരു കുറച്ച് സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ് പാർട്ട് വാസ് ക്ലിയർ. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. രണ്ടാമത്തെ പേജിൽ ആ തെറ്റിട്ട സംഭവം അല്ലേ, അതെന്തൊക്കെയായിരുന്നു? ക്രോസ് ചെയ്തിട്ട് ഞാൻ ആ സ്ലൈഡ് കാണിക്കാം. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് മോഡേൺ പീരിയഡിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പം ആദ്യം ഞാൻ അത് നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഒരു ഹ്യൂമൻ ബീങ്സ് റിലൈ ചെയ്ത കുറെ സിസ്റ്റംസ് ഉണ്ടല്ലോ, കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന്റെ മൊത്തമായിട്ടുള്ള ഒരു തകർച്ചയാണ് നമ്മൾ മോഡേൺ പീരിയഡിൽ കാണുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം പോയി, ഇൻഡിവിജ്വലിലുള്ള വിശ്വാസം പോയി, കിങ്ങിലുള്ള ഒരു വിശ്വാസം പോയി, ഡെമോക്രസി ഓൾസോ. അതിനകത്തും എന്ത് ചെയ്യുന്നില്ല, ആൾക്കാർക്ക് പിന്നീട് വിശ്വാസം നഷ്ടപ്പെട്ടു. ഈവൻ ഇൻ സയൻസ്. ഓക്കെ, ഇതൊക്കെ സംഭവിച്ച എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് സർട്ടൻ ഈവൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദി വേൾഡ്. ഓക്കെ, ഇപ്പൊ ദൈവം എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു, ചാൾസ് ഡാർവിന്റെ വർക്കും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇൻഡിവിജ്വൽ, ഫ്രോയിഡിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് വന്നു. ഹി കൺസ്ട്രക്റ്റഡ് ദിസ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്ന സംഭവം, അതിന്റെ കോൺഷ്യസ്നെസ് എങ്ങനെയാണെന്നൊക്കെയുള്ളത് കൺസ്ട്രക്ട് ചെയ്തു. കിങ്ങിലുള്ള വിശ്വാസം പോയി. കാരണം മാർക്സിസം വരുന്നു, മാർക്സിസ്റ്റ് തിങ്കേഴ്സ് പറയുവാണ് കിങ് ആണ് നമ്മളുടെ എല്ലാ പ്രശ്നത്തിന്റെയും സോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിം ദാറ്റ് ക്ലാസ് സിസ്റ്റം എക്സിസ്റ്റ്സ് ഇൻ ദി സൊസൈറ്റി ആൻഡ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ് പീപ്പിൾ ആർ സഫറിങ്. പിന്നെ വന്നത് ഡെമോക്രസി. കാരണം വേൾഡ് വാർസ് വന്നു. ആഫ്റ്റർ ഡെമോക്രസി വി സോ ദാറ്റ് ദി വേൾഡ് വാർസ് ഹാപ്പൻഡ്, എ ലോട്ട് ഓഫ് പീപ്പിൾ വെർ ബീങ് കിൽഡ്. സയൻസ് ഉപയോഗിച്ചിട്ടാണ്. കാരണം ആറ്റമിക് ബോംബും എക്സ്പ്ലോഷൻസും ഒക്കെ നടക്കുന്നത് എന്താണ്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ഡെവലപ്മെന്റ് ഓഫ് സയൻസ്. അപ്പം ഇതെല്ലാത്തിലുള്ള ഒരു വിശ്വാസം മനുഷ്യന് നഷ്ടപ്പെടുന്നു. ആൻഡ് മോഡേൺ റൈറ്റേഴ്സ് ദേ ലെമെന്റഡ് ഓൺ ദിസ്. അപ്പം അവരെങ്ങനെയായിരുന്നു സൊസൈറ്റി ഉണ്ടായിരുന്നത്, അതിലേക്ക് പോവാമായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ദാറ്റ് വാസ് ബെറ്റർ എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്തു, ലെമെന്റ് ചെയ്തു. On the other hand, the postmodern writers, they problematized the problems only. They did not go for any kind of solution. ഇതിനൊന്നും ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് തപ്പി നടക്കുമായിരുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് ദെയർ ഫോം ഓഫ് റെബല്യൻ. അത് റിബല് ചെയ്യുന്നതിന്റെ അവരുടെ ഒരു രീതി അതായിരുന്നു. ആ പ്രശ്നങ്ങളെ പ്രശ്നം വൽക്കരിച്ചുകൊണ്ട് പറയാം, അല്ലെങ്കിൽ അതിനെ പ്രോബ്ലമറ്റൈസ് ചെയ്യാന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി. ഇറ്റ് വാസ് നോട്ട് ടു ഫൈൻഡ് എനി കൈൻഡ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ അതാണ് മോഡേണിസം പോസ്റ്റ് മോഡേണിസം തമ്മിലുള്ള ഡിഫറൻസ്. ഐ ഹോപ്പ് യു ഹാവ് റിട്ടൺ ഇറ്റ്. ആരായിട്ടൊന്നും പറഞ്ഞു, ചോദിച്ചത് ആരാന്ന് ഓർമ്മയില്ല. അൻസാർ എന്നല്ലേ ചോദിച്ചേ? ഓക്കെ, സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഫ് യു വാണ്ട് മീ ടു പ്ലേ എനി സ്ലൈഡ് അഗൈൻ, ഡു ആസ്ക് മീ. മാം, ആ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് പറഞ്ഞു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എളുപ്പമുള്ളൊരു ഇത് പറയുകയാണ്. നമ്മളിപ്പോ അതിന് ലിറ്ററൽ മീനിങ് വേറെയാണ്. നമ്മൾ സെൽഫ് റിഫ്ലെക്സിവിറ്റി ഇൻ പോസ്റ്റ് മോഡേണിസം നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വർക്കും ഈ പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് ഫോക്കസ് ചെയ്തൊരു കാര്യമാണ്, ഒരു വർക്കിനകത്തും റെപ്രസെന്റേഷൻ ഓഫ് റിയാലിറ്റി കാണാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് റെപ്രസെന്റിങ് ദി റിയാലിറ്റി. പകരം കുറെ അല്യൂഷൻസ്, കാരണം എന്താണ് കുറെ റെഫറൻസസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇറ്റ്സ് നോട്ട് ദി റെപ്രസെന്റേഷൻ ഓഫ് എനി കൈൻഡ് ഓഫ് റിയാലിറ്റി. കാരണം എന്താണ്, അങ്ങനെയൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കുറെ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നു. ചിലപ്പോൾ നമുക്ക് ആലോചിച്ചാൽ വട്ടാവും, പക്ഷെ ചിലപ്പോൾ അവർ പറയുന്നത് ഭയങ്കര പോയിന്റ് ആണെന്ന് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു റെപ്രസെന്റേഷൻ ഓഫ് റിയാലിറ്റി അല്ല. പകരം ദിസ് ഇസ് ഓൺലി എ ഫിക്ഷണൽ വർക്ക്. ഓക്കെ, വാട്ട് യു ആർ റീഡിങ്, നിങ്ങൾ വായിക്കുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നോവലാണ് നിങ്ങൾ വായിക്കുന്നതെന്ന് വിചാരിക്കുക. അതൊരു നോവൽ ആണെന്നുള്ള ഒരു എന്താണ് ആ ഒരു മെസ്സേജ് എപ്പോഴും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു വർക്ക് ഉണ്ട്, ദി റിലക്റ്റന്റ് ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. ഹസൻ ഹാമിദ് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി റൈറ്റർ എഴുതിയിട്ടുള്ള നോവലാണ്. അപ്പൊ പുള്ളി അതിനകത്ത് നമ്മൾ ആ നോവൽ വായിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ പ്ലോട്ടൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. വിൽ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദാറ്റ് പേഴ്സൺ ഇസ് സേയിങ് ഒക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഒന്ന് തള്ളിയിടും. ഓക്കെ, നമ്മള് എന്താണ്, ഇപ്പം റൈറ്റർ എന്തെങ്കിലും ഒരു കാര്യം പറയും, നെറേറ്റർ എന്തെങ്കിലും ഒരു കാര്യം പറയും, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതൊരു നോവലാണ്. നമ്മളെ എന്ത് ചെയ്യില്ല, ദേ ഡു നോട്ട് ലെറ്റ് us ഗെറ്റ് ഇൻവോൾവ് വിത്ത് ദാറ്റ് പ്ലോട്ട്. ആ പ്ലോട്ടുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ നമ്മളെ സമ്മതിക്കില്ല.
കാരണം എന്താണ്, അത് ആ ഒരു വർക്കിന്റെ ആർട്ടിഫിഷ്യാലിറ്റി ആണ് കാണിക്കുന്നത്. നിങ്ങൾ വായിക്കുന്ന ഒരു നോവലാണ്. അത് തന്നെയാണ് ബെർട്ടോൾട്ട് ബ്രെറ്റ് ചെയ്തത്. ഓക്കെ, ബ്രെറ്റിന്റെ നമ്മൾ മോഡേൺ പീരിയഡിൽ സംഭവിച്ചൊരു കാര്യമാണ്. ബ്രെറ്റിന്റെ എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. എപ്പിക് തിയേറ്ററിനകത്ത് ബ്രെറ്റ് എന്താ ചെയ്തത്, അതൊരു ഡ്രാമ എന്ന് പറയുന്നത് ഡ്രാമയായിട്ടാണ് കാണിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് അതിന്റെ റിയാലിറ്റിയിൽ ഇൻവോൾവ് ചെയ്ത് അതുമായിട്ട് നിങ്ങൾ ഇമോഷണലി ഇൻവോൾവ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഇൻസ്റ്റെഡ് തിങ്ക് മോർ അബൌട്ട്, നിങ്ങൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം. ആ ഒരു പ്ലേയിൽ എന്താണോ കാണുന്നത് അതിന്റെ മെസ്സേജിനെ പറ്റി ചിന്തിക്കണം. അല്ലാണ്ട് നിങ്ങൾ ആ നോവൽ വായിച്ച് കരയരുത്. നമ്മൾ ആകാശദൂത് കണ്ടിട്ട് നമ്മൾ കരയും. ഓക്കെ, പക്ഷെ ഇവിടെ പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് കരയിക്കില്ല, അവർ കരയാൻ സമ്മതിക്കില്ല. അവർ പറയുന്നത് എന്താണ്, ചിന്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ ഇതാണ് ഒരു വർക്കിന്റെ ആർട്ടിഫിഷ്യാലിറ്റി, ഓർ ടു സേ ദാറ്റ് വർക്ക് ഇസ് ഫിക്ഷണൽ, ആ വർക്ക് ഫിക്ഷണൽ ആണെന്ന് കാണിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആരെങ്കിലും ചോദിച്ചത്? യെസ് മാം, ക്ലിയർ ആണ്. ഫൈൻ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പോയിട്രിയിലേക്ക് ചെറുതായിട്ടൊന്ന് കാലെടുത്ത് വെക്കാം. ഒരു ഓക്കെ, ഒരു തംസ് അപ്പ്, ഒരു ചാറ്റ്, എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്തെങ്കിലും. സോ കമ്മിങ് ടു ദി പോയിട്രി, ദാറ്റ് ഇസ്, ഞാൻ ഇന്ന് മൊത്തമായിട്ട് പോയിട്രി ഒന്നും ഡീൽ ചെയ്യാൻ പോകുന്നില്ല. വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് പോയിട്രി. ഒരു ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് പോയിട്രി, പോയിറ്റ്സിനെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് നൗ. What happened to poetry after the Second World War? Second World War കഴിഞ്ഞതിന് ശേഷം പോയിട്രിക്ക് എന്ത് പറ്റി എന്നുള്ളൊരു കാര്യം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് മോഡേൺ പീരീഡിൽ സംഭവിച്ച ഒരു ഡിഫറൻസ് ആയിരുന്നു നമ്മൾ പോസ്റ്റ് കൊളോണിയൽ വർക്ക്സ് എന്ന് പറയുന്നത്. കാരണം there were several works that happened in English. ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരുപാട് റൈറ്റേഴ്സ്. അതായത് അതുവരെ കോളനൈസ് ചെയ്യപ്പെട്ട രാജ്യങ്ങളെല്ലാവരും, രാജ്യങ്ങളിലുള്ള ആൾക്കാർ മൊത്തവും they started writing in English. So there were a wide range of themes that came to English. കാരണം നമ്മള് എന്താ പറയാ, റഷ്ദിയുടെ മിഡ്നൈറ്റ് ചിൽഡ്രൻ, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഡയസ്പോറിക് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ, they started writing in English. അവരെല്ലാവരും ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. So we had a wide variety of themes in British literature. Okay, ഒരുപാട് തീംസും വളരെ increasingly പോസ്റ്റ് മോഡേൺ ആവാൻ തുടങ്ങി. കാരണം ഇത്രയും റൈറ്റേഴ്സ് എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത്, they'll start writing about themselves. അല്ലെ, എവിടെയോ ഇരിക്കുന്ന ആളെ പറ്റിയൊന്നല്ല അവർ എഴുതുന്നത്. they'll be writing about the society they are living in or something about which they know. അവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അവർ എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ എന്ത് പറ്റി, ഇറ്റ് ബിക്കേം വെരി വൈഡ്, ഇറ്റ് ബിക്കേം വെരി ഡൈവേഴ്സ് ആയിട്ടുള്ള കുറെ തീംസും കുറെ അപ്രോച്ചസും സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓൾസോ ദിസ് വാസ് വെരി എക്സ്പെരിമെന്റൽ. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയോ എന്ന് എനിക്ക് അറിയില്ല. ഇന്നോവേറ്റീവ് ആയിരുന്നു, എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സ്റ്റൈൽസ് ആണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും എന്താ പറയാ, എല്ലാവരും ഒരു പഴയ രീതിയിലൊന്നും എഴുതിയ ആൾക്കാരായിരുന്നില്ല. Okay, so British poetry, they became increasingly postmodern and international. അപ്പൊ അതാണ് ഞാൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞത്. ഒരുപാട് റൈറ്റേഴ്സ്, ആൻഡ് ദിസ് ഇസ് ദി മേജർ ചാലഞ്ച് വി ഹാവ് വെൻ വി ആർ അറ്റൻഡിങ് ദി എക്സാം. ബിക്കോസ് നമുക്ക് എന്താണ്, എല്ലാവരും എഴുതുന്നത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ സിലബസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കണക്ട് ചെയ്തിട്ട് കുറെ വായിക്കാനും കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോളജ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മള് നെറ്റ് എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണ്, നമ്മള് ഒരു പോയിന്റ് കഴിയുമ്പോൾ യു ഗെറ്റ് വെരി ബോർഡ്. ഓക്കെ, നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ അങ്ങനെ വരരുത്. അങ്ങനെ വരാണ്ടിരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ലേണിംഗ് മോർ അബൌട്ട് ഇറ്റ്. കാരണം നമ്മളിപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും, കുറെ റൈറ്റേഴ്സിന്റെ ലൈഫിലുള്ളതായാലും അവരുടെ വർക്ക്സിലൊക്കെ തന്നെ ആണെങ്കിലും there are several things that's interesting. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അത് ഉറപ്പാണ്. ബിക്കോസ് അതിന് ഒരു നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സസിലൂടെ വാട്ട് എവർ ഇസ് ബീങ് ഡിസ്കസ്ഡ് യു ഓൾസോ സ്റ്റാർട്ട് ലേണിംഗ് മോർ അബൌട്ട് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സിൽ ഉപരി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റീസർച്ചും കൂടെ നടത്തുക. ഓക്കെ, സോ ദാറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓൺലി ദെൻ വിൽ യു ബി ഏബിൾ ടു കീപ് ദറ്റ് കൺസിസ്റ്റൻസി. അത് കീപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് അതാണ്. ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. ഓക്കെ, സോ നൗ കമ്മിങ് ടു ദി ഡൈവേഴ്സ് തീംസ് ആൻഡ് അപ്രോച്ചസ്. നമ്മൾ എന്താ പറയാ, we saw that there were a lot of themes being coming up, like a lot of different approaches, because people were being very experimental. വളരെ experimental ആയിട്ടുള്ള സ്റ്റൈലിലാണ്. കാരണം once upon a time in a country lived എന്ന് പറഞ്ഞിട്ട് ആരും എഴുതിയില്ല. ചോസർ എഴുതുന്ന പോലെ അല്ല ഇപ്പൊ ആരും എഴുതുന്നത്. Okay, so it became very experimental. Things became very experimental. And people started discussing even more intellectually dense things. Okay, വളരെ intellectual ആയിട്ടുള്ള കാര്യങ്ങളും വളരെ plain ആയിട്ടുള്ള കാര്യങ്ങളും ആൾക്കാർ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് in poetry. Okay, നമ്മൾ പോയിട്രി ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And English poetry begins to be written across the world. All over the world നമ്മൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് പോയിട്രി കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. പോസ്റ്റ് മോഡേൺ പോയിട്രിക്ക് കുറച്ച് ഡിഫറൻസസ് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക മേജർ എലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതില് സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള കുറെ ചേഞ്ചസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ഈ സ്റ്റൈലിസ്റ്റിക് എന്ന് പറയുന്നത്?
നമ്മളിപ്പം ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയമിൽ ഒരു വരി എഴുതുന്ന സമയത്ത് നമ്മൾ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും അല്ലെ, മീറ്റർ, റിതം, പിന്നെ എന്താണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്, പിന്നെ ലൈൻ ബ്രേക്സ് വരുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കും. പോസ്റ്റ് മോഡേൺ പോയട്രി ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും അല്ല കേട്ടോ, മിക്ക റൈറ്റേഴ്സ്. അപ്പൊ നമ്മൾ പറയാം. So one thing that's noted about postmodern poetry was that it's difficult. It can be difficult to read. Ellam difficult ആയിരിക്കും എന്നല്ല. It can be difficult to read and understand. Okay, നമുക്ക് it can be difficult to read and understand, and this is often done on purpose as a way of reflecting the poem back toward the reader. Okay, appo oru major challenge post modern poetry ne sambandhichidatholam it's that it can be difficult. Namakku orappu parayan pattilla, namakku manasilagum ennulla reethikku. Karanam Jory Graham nu panna writer inde fast nu panittulla oru poem okke undu, 2-3 vattam vaayichalum onnum manasilavilla. Okay, so chela works anganeyanu, it can be difficult. So that is one major thing, and adinte purpose idana, it's to make it's to reflect something in the reader. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആർട്ടിസ്റ്റിന്റെ യുണീക്ക് ക്രിയേഷൻ അല്ല ഒരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബുക്ക് എന്ന് പറയുന്നത്, ഒരു നോവൽ എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ദി യുണീക്ക് ക്രിയേഷൻ ഓഫ് എനി ആർട്ടിസ്റ്റ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി റീഡർ. കാരണം ഓതർ ഇസ് ഡെഡ്, റീഡറിന്റെ കയ്യിലാണ് പിന്നെ ഉള്ളത്. യു ക്യാൻ റീഡ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ, യു ക്യാൻ ഹാവ് യുവർ ഓൺ പെർസ്പെക്ടീവ്സ്. ഫൈൻ. അപ്പൊ അതാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പീപ്പിൾ വാണ്ട്, അല്ലെങ്കിൽ ഓതേഴ്സ് ദേ വാണ്ട് ദി റീഡർ ടു ഇന്റർപ്രറ്റ് തിങ്സ്. റീഡർ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു ഓതറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. And postmodern poetry, it deals with themes of meaninglessness or lack of reality. അപ്പൊ നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാരണം എന്താണ് ബെക്കറ്റിന്റെ വർക്ക്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സിസ്റ്റൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ, ദാറ്റ് ഇസ് ദി വേൾഡ് ഇസ് മീനിങ്ലെസ്, മാൻ ഇസ് നോട്ട് പ്രൊവൈഡഡ് വിത്ത് എനി കൈൻഡ് ഓഫ് ചോയ്സ്. ഈ ഒരു തീം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് മോഡേൺ പോയിട്രിയിലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, and the word order and choice in postmodern poetry, it can be very difficult or complicated. Okay, നമ്മള് പറഞ്ഞു ഈ പങ്ക്ച്വേഷൻ മാർക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ വേർഡ്സ് ചോസൻ, എവറിഥിങ് ക്യാൻ ബി ക്വൈറ്റ് ഡിഫിക്കൾട്ട് ഇൻ postmodern poetry. Another important theme is the theme of restlessness. ഈ restlessness എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡേൺ വേൾഡ് നമ്മൾ പറഞ്ഞു കുറെ കൂടെ കാം ആയിരുന്നു, കുറെ കൂടെ സ്ലോ പേസ്ഡ് ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ ദിസ് പോസ്റ്റ് മോഡേൺ വേൾഡ്. പോസ്റ്റ് മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ്സ് വെരി ഫാസ്റ്റ്, ലൈക്ക് ഇറ്റ്സ് വെരി, പീപ്പിൾ ആർ വെരി റെസ്റ്റ്ലെസ് ഇൻ ദിസ് വേൾഡ്. അപ്പൊ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റ് മോഡേൺ പോയിട്രിയിൽ കാണാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് റിട്ടൺ ഇൻ എ വെരി ഫ്രീ ഫോർമാറ്റ്. യു കാൺ സേ എനി കൈൻഡ് ഓഫ് ടെക്നിക്കൽ തിങ്സ്, അല്ലെങ്കിൽ ടെക്നിക്കലി ബൗണ്ട് ചെയ്യപ്പെട്ടിട്ട് ടെക്നിക്കലി റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഒന്നും പോസ്റ്റ് മോഡേൺ പോയിട്രിയിൽ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റൂ എന്നൊരു സംഭവമൊന്നും ഇല്ല. നമുക്ക് എല്ലാവരും നമ്മൾ കാണുന്നതാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇന്ന് ഒരുപാട് റൈറ്റേഴ്സ് വരുന്നുണ്ട്. ഒരു പബ്ലിഷറിനെ കിട്ടിയിട്ട് അത് പ്രിന്റഡ് ഫോമിൽ പബ്ലിഷ് ചെയ്യണമെന്നില്ല. പക്ഷെ എന്താണ്, അല്ലാതെ തന്നെ യു ക്യാൻ ബി ബെറ്റർ റൈറ്റേഴ്സ്. അപ്പൊ അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് പോസ്റ്റ് മോഡേൺ പോയിട്രി നമുക്ക് മുന്നോട്ടേക്ക് വെച്ച് തരുന്നുണ്ട്. Another difference is that the line breaks and structures, it can be chaotic or seemingly meaningless, though there is usually a purpose for the unusual breaks. Okay, so line break എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പം ഒരു ലൈൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് സിന്റാക്ടിക്കലി ഒരു ഓർഡർ ഉണ്ടാവും. പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് എന്ത് ചെയ്തു വെച്ചാല് അവിടെയും അവർ എന്ത് ചെയ്യുന്നു, ദേ ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ് ആസ് എ ടെക്നിക്. ഓക്കെ, ആ ഒരു ലൈൻ ബ്രേക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൊടുക്കാണ്ടാണ് അവർ മിക്കപ്പോഴും ലൈൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇ കമ്മിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്റർ ആണ്, ഇസ് നോട്ട് പാർട്ട് ഓഫ് ദിസ് ബ്രിട്ടീഷ് റൈറ്റിംഗ്. പക്ഷെ എനിക്ക് ഓർമ്മയിൽ ഇപ്പൊ വരുന്നത് പുള്ളിയുടെ പോയംസ് ആണ്. ഇ കമ്മിങ്സിന്റെ വർക്ക്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്, ഒരു ഇൻട്രസ്റ്റിംഗ് എലിമെന്റ് ആണ്. പുള്ളി എന്തെന്ന് വെച്ചാൽ ഹി ഡു നോട്ട് സ്റ്റോപ്പ് ദി ലൈൻസ് വേർ ഇറ്റ് ഷുഡ് ബി. നമ്മള് സിന്റാക്ടിക്കലി നോക്കുന്ന സമയത്ത് ഒരു ലൈൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നായിരിക്കും, പക്ഷെ കമ്മിങ്സ് അവിടെ ഒന്നുമല്ല നിർത്തുക. ഹി ഗോസ് ഡൗൺ. ഓക്കെ, ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ടാവും, ചിലപ്പോൾ എന്താണ് വെറുതെ മുന്നോട്ടേക്ക് തന്നെ പോകുന്നുണ്ടാവും. അങ്ങനെ പല രീതിക്കായിരിക്കും. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കമ്മിങ്സിന്റെ പോയിംസ് ഒക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ലൈൻ ബ്രേക്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പർ ആയിട്ട് ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് വൈ ആർ ദേ ഡൂയിങ് ഇറ്റ്? ഇറ്റ് ഇസ് ടു കൺവേ ദാറ്റ് ദി വേൾഡ് ഇസ് കെയോട്ടിക്. ഓക്കെ, ഈ വേൾഡ് കെയോട്ടിക് ആണെന്നും ഈ വേൾഡ് മീനിങ്ലെസ് ആണെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിക്ക് ലൈൻ ബ്രേക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റേഴ്സ് ആ രീതിക്ക് ലൈൻ ബ്രേക്സ് കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇറ്റ്സ് ടു ഷോ ദാറ്റ് ദി ലൈക്ക് ദി വേൾഡ് ഇസ് കെയോട്ടിക് ആൻഡ് മീനിങ്ലെസ്. അപ്പൊ അതിനാണ് അവർ അങ്ങനെ അൺയൂഷ്വൽ ആയിട്ടുള്ള ലൈൻ ബ്രേക്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് അവരുടെ ഒരു മേജർ ടെക്നിക് ആയിരുന്നു. And ideas are often expressed in older forms of poetry through the separation of lines and punctuation. Postmodern poetry utilizes line breaks to indicate the chaotic shapelessness of the world. Even punctuations ന്റെ കാര്യത്തിലും it's the same. കാരണം നമ്മൾ നോർമലി പറയാറ് എന്താ പറയാ, ഒരു
സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് ദിസ് ഫുൾ സ്റ്റോപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ദർ ഇസ് ദിസ് പങ്ക്ച്വേഷൻ മാർക്സ് അല്ലെ, അങ്ങനത്തെ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് ഈ വക കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഓഷൻ വോങ് എന്ന് പറഞ്ഞ റൈറ്റർ ഒക്കെ ഉണ്ട്, പുള്ളിയുടെ പോയിംസ് ഒക്കെ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ കാണാൻ പറ്റും, പിന്നെ ബ്രാക്കറ്റ്സ് അതിനിടയ്ക്ക് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ ലാംഗ്വേജിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ദി പോസ്റ്റ് മോഡേൺ പോയറ്റ്സ് ദേ എംപ്ലോയ് സച്ച് ടെക്നിക്സ് ടു കൺവേ ദി മീനിങ്ലെസ്നെസ് ഓഫ് ദി വേൾഡ്. ഓക്കെ, ഈ ലോകം എത്രത്തോളം മീനിങ്ലെസ് ആണെന്നും എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ദേ യൂസ് സച്ച് ടെക്നിക്സ് ഇൻ ദിയർ പോയംസ്. ഓക്കെ, അതും ഇവരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. It serves to reinforce the idea that forms are meaningless and the purpose cannot be imposed upon the work. ഓക്കെ, അപ്പം ഈ ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എക്സാക്ട് ആയിട്ടുള്ള സിസ്റ്റം, കാരണം പോസ്റ്റ് മോഡേണിസ്റ്റിന്റെ ഒരു മേജർ ഐഡിയ ഇതായിരുന്നു, ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. യു കാൻ ഗോ ഫോർ സംതിങ് ലൈക്ക് എ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു മേജർ ഐഡിയ എന്ന് പറഞ്ഞിട്ട് റീഇൻഫോഴ്സ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദാറ്റ് പേർപ്പസ് കനോട്ട് ബി ഇമ്പോസ്ഡ് അപ്പോൺ ദി വർക്ക്. അങ്ങനെ ഒരു ടെക്നിക്കൽ എലിമെന്റ് ഒന്നും നമുക്കൊരു റൈറ്റിംഗിന്റെ പുറത്ത് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു കാര്യം കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് മോഡേൺ പോയിറ്റ്സിന്റെ ഒരു രീതി അതായിരുന്നു. ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ ദേ ഹാവ് റിട്ടൺ ദിയർ പോയംസ്. ഈ വകയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ അബാൻഡൻ ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിച്ചത് ഈ ഒരു കാര്യമായിരുന്നു. ഇറ്റ് ഇസ് ടു ഷോ ദി കെയോട്ടിക് വേൾഡ്, ഇറ്റ്സ് ടു ഷോ ദി മീനിങ്ലെസ്നെസ് ഓഫ് ദി വേൾഡ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു റിഗാർഡിംഗ് പോയിട്രി ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ. So I hope I'm not overburdening you with information. ഒരുപാട് ഇൻഫർമേഷൻ തലയ്ക്കകത്തായോ? Do you want me to sum it up എല്ലാം കൂടെ? Okay. So അപ്പൊ ഇത്രയും കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ദിസ് ഇസ് പോസ്റ്റ് മോഡേൺ പോയിട്രി. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക് നോക്കാം, ഒരുപാട് ഞാൻ പോകുന്നില്ല. പോസ്റ്റ് മോഡേൺ പോയിട്രി എങ്ങനെ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ്സ് ലൈക്ക് യുനോ ആ ഒരു കൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആയിരുന്നില്ല. അതല്ല പോസ്റ്റ് മോഡേൺ പോയിട്രിയുടെ രീതി. They often showed the theme of restlessness. It's written in a very free format, and they made use of these line breaks or things of that sort to show that വേൾഡ് ക്യാൻ ബി ക്യോട്ടിക്. ഈ ലോകം എന്ന് പറയുന്നത് വളരെ ക്യോട്ടിക് ആണെന്നും മീനിങ്ലെസ് ആണെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ദേ യൂസ്ഡ് സെവറൽ ടെക്നിക്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പോസ്റ്റ് മോഡേൺ പോയിട്രീനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് നമ്മൾ ഇനി വരുന്നത് നമുക്കിപ്പോ പോയിട്രിയിലെ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ദർ ആർ സർട്ടൺ സ്കൂൾസ് ഇമ്പോർട്ടൻറ്റ്. കാരണം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് പോയിട്രി ആണ് മൂവ്മെന്റ് പോയിട്രി എന്ന് പറയുന്നത്. ഹോപ്പ്ഫുള്ളി ഐ ബി ഡീലിംഗ് വിത്ത് ഇറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അപ്പം ആദ്യം നമുക്ക് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സിനെ നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ ദർ ആർ ചാൻസസ്. കാരണം ഇതിന് അഗേൻസ്റ്റ് ആയിട്ട്, ഈ ഒരു ഗ്രൂപ്പിന് അഗേൻസ്റ്റ് ആയിട്ടായിരുന്നു മൂവ്മെന്റ് പോയിറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂവ്മെന്റ് പോയിറ്റ്സ് എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് മൂവ്മെന്റ് പോയിറ്റ്സിനെ പറ്റിയിട്ടും അവരുടെ ഇമ്പോർട്ടന്റ് വർക്ക്സിനെ പറ്റിയിട്ടൊക്കെ. ആൻഡ് അതിന്റെ മുന്നേ വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ആണ് ഈ ന്യൂ അപ്പോക്കാലിപ്സ് പോയിറ്റ്സ് എന്ന് പറയുന്നത്, ന്യൂ അപ്പോക്കാലിപ്സ് പോയിട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദീസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ദീസ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ദേ എക്സിസ്റ്റഡ് ഇൻ ദി അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ 1939 ആൻഡ് 1945. ഓക്കെ, 1939ന്റെയും 1945ന്റെയും ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ജീവിച്ചതല്ല കേട്ടോ, അവരുടെ വർക്ക്സ്, അതായത് നമ്മൾ ഈ ന്യൂ അപ്പോക്കാലിപ്സ് പോയിട്രി എന്ന് പറയുന്നുണ്ടല്ലോ, ആ വർക്ക്സ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈം പീരീഡിന്റെ ഇടയ്ക്കായിരുന്നു. ആൻഡ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദിസ് ഫ്ലാംബോയന്റ് സ്റ്റൈൽ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അവരവരുടെ വർക്ക്സ് ഒക്കെ അല്ലെങ്കിൽ പോയിട്രി മിക്കപ്പോഴും എഴുതിയിട്ടുള്ളത്. ഓൾ ദി പോയംസ് വെർ വെരി ഫ്ലാംബോയന്റ് ആൻഡ് ദേ ഹാഡ് ദിസ് സർറിയൽ സ്റ്റൈൽ. ഇപ്പം ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിലൻ തോമസ് ആണ്. അപ്പൊ എനിക്ക് അറിയില്ല നിങ്ങൾ എത്രത്തോളം, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ അവെയർ അബൌട്ട് ഡിലൻ തോമസ് ആൻഡ് ഹിസ് വർക്ക് കോൾഡ് ഫേൺഹിൽ. പക്ഷെ ഇന്ന് സമയം കിട്ടിയാൽ ഒന്ന് പോയിട്ട് വായിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പോസ്റ്റ് മോഡേൺ പീരിയഡിലാണെങ്കിലും ദിസ് വാസ് എ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ്. ദേ ഹാഡ് എ വെരി ഫ്ലാംബോയന്റ് ആൻഡ് എ വെരി സർറിയൽ ആൻഡ് എ റെട്ടറിക്കൽ സ്റ്റൈൽ. ഓക്കെ, ഇപ്പൊ ടീച്ചിങ് സ്റ്റൈൽ അങ്ങനത്തെ ഒരു രീതിക്കാണ് അവർ പോയിട്രി എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദേ വേർ എ ഗ്രൂപ്പ് ഓഫ് ലൂസ്ലി അസോസിയേറ്റഡ് പോയിറ്റ്സ്. അപ്പൊ നമുക്ക് വളരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ല, പക്ഷെ there are chances ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ലൂസ്ലി അസോസിയേറ്റഡ് പോയിറ്റ്സ് ആയിരുന്നു. ആൻഡ് മേജർ ആന്തോളജീസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പോയിംസ് എന്ന് പറയുന്നത് ഈ 3 വർക്ക്സ് ആണ്. അപ്പൊ നമ്മൾ ഒരു ചാൻസ് കാണേണ്ടത് there can be questions from as in match the following. ഓക്കെ, ഏത് ഗ്രൂപ്പ് ഓഫ് പോയിട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം.
ഓക്കെ, അപ്പം 3 ആന്തോളജീസ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. ദി ന്യൂ അപ്പോക്കാലിപ്സ്, ദി വൈറ്റ് ഹോഴ്സ്മെൻ, ദി ക്രൗൺ ആൻഡ് ദി സിക്കിൾ. ഇത് പഠിക്കുന്ന സമയത്ത് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കുക. അപ്പൊ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇയേഴ്സ് ചിലപ്പോൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ റിവിഷന്റെ ഒരു ഗുണം അവിടെയാണ് വരുന്നത്. നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിൽ കത്തും. അല്ലാതെ നമ്മൾ എപ്പോഴും ഡേറ്റ്സ് നമുക്ക് ഇങ്ങനെ മകപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ബട്ട് മേ ബി ഇഫ് യു റിവൈസ്, ഇഫ് യു ഗോ ഓൺ റിവൈസിങ്, യു വിൽ ബി ഏബിൾ ടു റിമെമ്പർ ഇറ്റ്. നിങ്ങളുടെ തലയ്ക്കകത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ദി ന്യൂ അപ്പോക്കാലിപ്സ്, ദി വൈറ്റ് ഹോഴ്സ്മെൻ, ദി ക്രൗൺ ആൻഡ് ദി സിക്കിൾ. ഇതാണ് ന്യൂ അപ്പോക്കാലിപ്സ് പോയിറ്റ്സിന്റെ മേജർ ആന്തോളജീസ് എന്ന് പറയുന്നത്. അതായത് ന്യൂ അപ്പോക്കാലിപ്സ് പോയിട്രി എന്ന് പറയുന്ന പോയിംസ് മിക്കതും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പുസ്തകങ്ങളിലൊക്കെ ആയിരുന്നു. ആൻഡ് ദി വൈറ്റ് ഹോഴ്സ്മെൻ വാസ് എഡിറ്റഡ് ബൈ JF ഹെൻറി. ദി ക്രൗൺ ആൻഡ് ദി സിക്കിൾ വാസ് എഡിറ്റഡ് ബൈ 2 people, JF ഹെൻറി ആൻഡ് ഹെൻറി ട്രീസ്. അങ്ങനെ 2 റൈറ്റേഴ്സ് ആണ് അത് കളക്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു ന്യൂ അപ്പോക്കാലിപ്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു പോയിറ്റ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ദിസ് വാസ് എ റിയാക്ഷൻ അഗൈൻസ്റ്റ് ദി ക്ലാസിസിസം ഓഫ് ദി ഓഡൻ ഗ്രൂപ്പ്. ഓക്കെ, ഓഡൻ എന്ന് പറയുന്നത് നമ്മുടെ WH ഓഡൻ. ഓക്കെ, അപ്പൊ 1930s നമുക്ക് WH ഓഡനെ പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റീഫൻ സ്പെൻഡറിനെ പോലെയുള്ള റൈറ്റേഴ്സ് ഒക്കെ, സ്റ്റീഫൻ സ്പെൻഡർ എനിക്ക് തോന്നുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്പെൻഡറിനെ പോലെയുള്ള ഓഡനെ പോലെയുള്ള റൈറ്റേഴ്സ് ഒക്കെ വാട്ട് ദേ ഡിഡ് ഇസ് ദാറ്റ് ദേ വർ വെരി ഭയങ്കരമായിട്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് മിക്കപ്പോഴും അവർ പോയിംസ് എഴുതിയത്. ഓക്കെ, സോ ദാറ്റ് ദർ വാസ് ദിസ് അഫിനിറ്റി ടുവേർഡ്സ് ദിസ് എന്താണ് സോഷ്യോ കൾച്ചർ. ആ ഒരു റിയലിസം എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സോഷ്യൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഓഡനും സ്പെൻഡറും ഒക്കെ വർക്ക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ പോയിംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ദി ഹാഡ് ദിസ് ക്ലാസിസിസം, വളരെ ക്ലാസിസിസ്റ്റ് സ്റ്റൈലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ദാറ്റ് ഇസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് രീതിക്ക് എഴുതണം, സിമെട്രി കറക്റ്റ് ആയിരിക്കണം, വേർഡ്സ് കറക്റ്റ് ആയിരിക്കണം, അങ്ങനത്തെ കുറെ കണ്ടീഷൻസ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ദീസ് ന്യൂ അപ്പോക്കാലിപ്സ് പോയിറ്റ്സ്, നമ്മൾ പറഞ്ഞു ന്യൂ അപ്പോക്കാലിപ്സ് പോയിട്രി. ഓക്കെ, അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു ദേ ആർ അഗൈൻസ്റ്റ് ദിസ് ക്ലാസിസിസം. ഈ പറഞ്ഞ ഓഡൻ ഗ്രൂപ്പിന്റെ ഒരു ക്ലാസിസിസത്തിന് അഗൈൻസ്റ്റ് ആയിരുന്നു ന്യൂ അപ്പോക്കാലിപ്സ് പോയിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് ഇൻക്ലൂഡ് റൈറ്റേഴ്സ് ലൈക്ക് ഡിലൻ തോമസ്, വേർണം വാട്കിൻസ്, ഫിലിപ്പ് ഓക്കുനോട്ട്, ജോർജ് ബാക്കർ, ഇയാൻ ബാൻക്രോഫ്റ്റ്, ടോം സ്കോട്ട് ആൻഡ് അലക്സ് കംഫർട്ട്. ഇതിൽ മിക്ക പേരുകളും നിങ്ങൾക്ക് സ്ട്രേഞ്ച് ആയിരിക്കും. ഇറ്റ് മൈറ്റ് ബി ഫസ്റ്റ് ടൈം ഫോർ ഓൾ ഓഫ് യു. പക്ഷെ നമ്മൾ ഇതിനകത്ത് the other writers are not that important, അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഡിലൻ തോമസിനെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഡിലൻ തോമസ് is one major writer when it comes to this new apocalypse poets. ഓക്കെ, നമ്മള് ഈ റൈറ്റേഴ്സ് ദേ വർ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ DH ലോറൻസ്. ഓക്കെ, അവരുടെ ഒരു ഇൻഫ്ലുവൻസ്, ഒരു മേജർ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് DH ലോറൻസ്. ലോറൻസിന്റെ വർക്ക്സ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോറൻസ് വാസ് എ പേഴ്സൺ എന്താ പറയുക, ഇംഗ്ലീഷ് കൺട്രി സൈഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക്സിലൊക്കെ തന്നെ ഇംഗ്ലീഷ് കൺട്രി സൈഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പൊ ഹി ഹാഡ് ദിസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഫോർ ദിസ് കൺട്രി സൈഡ്. അപ്പൊ അത് ഇവരും കൊണ്ടുവന്നിട്ടുണ്ട് ഇവരുടെ വർക്ക്സിലൊക്കെ തന്നെ. നമുക്ക് ആ ഒരു ന്യൂ റൊമാൻറ്റിക് ഒറിജിനേറ്റർ എന്നൊക്കെ വേണമെങ്കിൽ ഡിലൻ തോമസിനൊക്കെ നമുക്ക് വിളിക്കാം. ആ ഒരു നാച്ചുറൽ എലിമെന്റ്സ് അതൊക്കെ വളരെ നന്നായിട്ട് പോർട്രേ ചെയ്യാൻ ഈ റൈറ്റേഴ്സിനൊക്കെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ DH ലോറൻസ്. ഈവൻ ഈ ഒരു പേര് ന്യൂ അപ്പോക്കാലിപ്സ് പോയിട്രി എന്ന് പറയുന്ന ഒരു പേര് പോലും ഇറ്റ് കെയിം അപ്പ് ഫ്രം ദി വർക്ക് ഓഫ് DH ലോറൻസ്. DH ലോറൻസിന്റെ 1939 ഇറങ്ങിയ ഒരു വർക്ക് ആയിരുന്നു അപ്പോക്കാലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ വർക്ക് അല്ലെങ്കിൽ ആ DH ലോറൻസിൽ ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ ന്യൂ അപ്പോക്കാലിപ്സ് പോയിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, and Robert Conquest's anthology New Lines was a reaction against the new apocalypse poets. അതാണ് നമ്മളുടെ ഒരു മേജർ what do you say ഒരു എന്താ പറയാ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം മൂവ്മെന്റ് പോയിട്രി എപ്പോഴും എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സോ there are chances that questions come from new apocalypse poetry also. കാരണം ന്യൂ ലൈൻസ് എന്ന് പറയുന്നത് this was a work that ഒരു ആന്തോളജി ആയിരുന്നു, മൂവ്മെന്റ് പോയിറ്റ്സിന്റെ ആന്തോളജി ആയിരുന്നു ന്യൂ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂ ലൈൻസ് എന്ന് പറയുന്ന ആന്തോളജി റോബർട്ട് കോൺക്വസ്റ്റ് പബ്ലിഷ് ചെയ്തത് ഇറ്റ് വാസ് ബീങ് അഗൈൻസ്റ്റ് ദി ന്യൂ അപ്പോക്കാലിപ്സ് പോയിറ്റ്സ്. ന്യൂ അപ്പോക്കാലിപ്സ് പോയിറ്റ്സിന്റെ ഈ ഒരു ന്യൂ റൊമാൻറ്റിസിസം സംഭവം ഒന്നും റോബർട്ട് കോൺക്വസ്റ്റിന് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ പബ്ലിഷ് ചെയ്ത വർക്ക് ആയിരുന്നു ന്യൂ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാസ് ഇറ്റ് ക്ലിയർ ന്യൂ അപ്പോക്കാലിപ്സ് പോയിട്രി? ഓക്കെ, so that's what we dealt with today. അപ്പൊ ഞാൻ ഇന്ന് സമ്മറൈസ് ചെയ്യാം what I had talked about early. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. Okay, so we started with modernism എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. The important events that like
that led to the modernism. കാരണം ഇനി നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് വേൾഡ് വാർ മാത്രമല്ല, കുറെ കാര്യങ്ങൾ ഇതെല്ലാം നിരത്തി വന്നിട്ടാണ് ആൾക്കാർക്ക് എന്ത് ചെയ്തത്, ദേ ലോസ്റ്റ് ദെയർ ബിലീഫ് ഇൻ ദെംസെൽസ്, ദേ ബിക്കേം മോർ പെസിമിസ്റ്റിക്. ഇതൊക്കെ സംഭവിച്ചത് അതുകൊണ്ടാണ്. ഓക്കെ, സോ മോഡേണിസം എന്ന് പറയുന്നതിൽ ഏതൊക്കെ ഈവൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഹൗ ഡിഡ് പീപ്പിൾ ലൂസ് ദെയർ ബിലീഫ്, ഓക്കെ, അവരുടെ ബിലീഫ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ് ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ പോസ്റ്റ് മോഡേണിസം ആൻഡ് മോഡേണിസം. ഓക്കെ, ബോത്ത് ഓഫ് ദം they argued for, അല്ലെങ്കിൽ they said that the society was fragmented, the world was fragmented, it was meaningless. പക്ഷേ ഒരു കൂട്ടർ എന്ത് ചെയ്തു, they lamented it, the other people they celebrated it. Okay, അപ്പൊ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. And then we talked about some of the points. അതിലൊന്ന് modernism, it sought to, it sought, or it was based on this rational or logical means to gain knowledge, and postmodernism was against it. അങ്ങനത്തെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിന്റെ ആപ്ലിക്കേഷൻ ആവശ്യമില്ല. And ഒരു ഹൈറാർക്കിക്കൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ നോളജിന് ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു പോസ്റ്റ് മോഡേണിസ്റ്റ് കൊണ്ടുവന്നത്. മോഡേണിസ്റ്റ് അപ്രോച്ച് വാസ് വെരി ഒബ്ജക്റ്റീവ്, ദേ വർ തിയറിറ്റിക്കൽ. പക്ഷേ പോസ്റ്റ് മോഡേണിസം വാസ് വെരി സബ്ജക്റ്റീവ്. ആൻഡ് there was this fundamental difference എന്ന് പറയുന്നത് എന്താണ്, it was this search for abstract truth of life. പക്ഷേ പോസ്റ്റ് മോഡേണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം there was nothing like this universal truth or anything. ആൻഡ് വളരെ ലോജിക്കൽ ആൻഡ് കൺസിസ്റ്റന്റ് വേൾഡ് വ്യൂ ആയിരുന്നു മോഡേണിസ്റ്റിന് ഉണ്ടായിരുന്നത്. whereas ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് they try to remove this. Okay, they try to remove any difference between high and low. അങ്ങനെ ഒരു ഡിഫറൻസിന് ആവശ്യമില്ല. And they started accepting more pluralistic. They became more pluralistic. എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് എന്താണ്, believing from learning from past experiences and text narrates the texts that narrate the past. പക്ഷേ അതിലൊന്നും നമ്മുടെ പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. And modern people, they went for this faith in depth, while the postmodern writers, they believed in superficial appearances. Surface level നിന്നിട്ടാണ് അവരുടെ belief ഒക്കെ ഉണ്ടായിരുന്നത്. They were playing on the surfaces. And modernism considers the original works as authentic. Original work neയാണ് authentic ആയിട്ട് കാണിച്ചത്. പക്ഷേ postmodernism was a world of hyper reality. ഈ റിയാലിറ്റിയും virtual reality കൂടെ മിക്സ് ചെയ്തിട്ട് you are in a situation that you don't understand what is real and what is virtual. ആ ഒരു സംഭവത്തിൽ നിൽക്കും. And we saw the usage of internet, and things or work started to be stored in the form of digital form. Okay, digital form works store ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. And people could derive their own meanings. ഒരു work കിട്ടിക്കഴിഞ്ഞാൽ it was not the it was not central to that writer alone. Okay, a reader can have his own interpretations. റീഡർക്ക് അയാളുടേതായിട്ടുള്ള മീനിങ്സ് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Okay, and we talked about the architectural forms. പിന്നെ എന്താണ്, വളരെ slow paced ആയിട്ടുള്ള life, it was replaced by some fast and like ഒരു ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ലോകത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ പോസ്റ്റ് മോഡേണിസം സ്റ്റാർട്ട് ചെയ്തു. വി സോ ടു ഇമ്പോർട്ടന്റ് തിങ്കേഴ്സ്. ദേ വെർ ലിയോട്ടർഡ് ആൻഡ് ഓൾസോ ബോദ്രില്ല. ബോദ്രില്ല പറഞ്ഞ കാര്യം ലിയോട്ടർഡ് പറഞ്ഞ കാര്യം കൺഫ്യൂസ്ഡ് ആവരുത്. രണ്ട് റൈറ്റേഴ്സിനെയും കൺഫ്യൂസ്ഡ് ആവരുത്. കൂട്ടത്തിൽ ജൂലിയ ക്രിസ്റ്റേവ, ബാത്സ്, ഇവരെ രണ്ടുപേരും കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, പിന്നെ ലിയോട്ടർഡിന്റെ കുറച്ച് വ്യൂ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു റിഗാർഡിംഗ് ദി ഇൻക്രെഡിബിലിറ്റി ടുവേർഡ്സ് മെറ്റ നാരറ്റീവ്സ് and how they focused on mini or local narratives, and his point of language in the parallel, it is incapable of representing reality. പിന്നെ നമ്മൾ പോയത് പോസ്റ്റ് മോഡേൺ പോയിട്രിയിലേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വി സോ ദാറ്റ് വാട്ട് ആർ ദി മേജർ ഫീച്ചേഴ്സ്, അവരെങ്ങനെയാണ് യൂസ് ചെയ്തത്. ലൈക് ദേ ഡിഡ് നോട്ട് ഗോ ഫോർ എനി കൈൻഡ് ഓഫ് കൺവെൻഷണൽ സ്റ്റൈൽസ്. ന്യൂ ടെക്നിക്സ് വെർ ഇൻവെന്റഡ്. ദേ യൂസ് ലൈൻ ബ്രേക്സ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്. അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ലൈൻ ബ്രേക്സ് യൂസ് ചെയ്ത് തുടങ്ങിയത്. കാരണം അവര് ദേ വാണ്ടഡ് ടു കൺവേ ദാറ്റ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ലൈക് മീനിങ്ലെസ്നെസ്, അതൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, പോയിട്രിയിൽ കുറെ ടെക്നിക്സ് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഡീൽ ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് ആണ് ന്യൂ അപ്പോക്കാലിപ്സ് പോയിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതെന്താണ്, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആന്തോളജീസ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ ദി മേജർ പോയിറ്റ്സ്, ഡിലൻ തോമസ് ആണ് അതിൽ മേജർ ആയിട്ടുള്ള റൈറ്റർ, along with some other writers also. They were against the classicism of the Oden group. Oden group എന്ന് പറയുന്നത് it consisted of writers who wrote in the 1930s like W.H. Oden and Stephen Spencer. They were very they focused more on this realism. അപ്പൊ അതിന് അഗേൻസ്റ്റ് ആയിരുന്നു, ക്ലാസിസത്തിന് അഗേൻസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഡിലൻ തോമസിനെ പോലെയുള്ള റൈറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, കുറെ കൂടെ റൊമാൻറ്റിക് സ്റ്റൈലിൽ എഴുതി തുടങ്ങി. ഓക്കെ, അതിനെയാണ് നമ്മൾ ന്യൂ അപ്പോക്കാലിപ്സ് പോയിട്രി എന്ന് പറയുന്നത്. they were influenced by D.H. Lawrence. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇഫ് യു വാണ്ട് യു കൻ ആസ്ക്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്, നേരത്തെ ജെയിൻ അയ്യറും വൈറ്റ് സർഗാസൂസിയും തമ്മിൽ എന്താണ് ആ ഒരു
ബുക്സ് തമ്മിൽ എന്താ അത് പറഞ്ഞേ? ഞാൻ കേട്ടില്ല കേട്ടോ, ഒരു സെക്കൻഡ്. എന്റെ വോളിയം ഒന്നുകൂടെ ഒന്ന് പറയോ? നേരത്തെ ജെയിനയറും വൈറ്റ് സർഗാസോസി എന്ന് പറഞ്ഞ 2 നോവലുകളും തമ്മിലൊരു ഡിഫറൻസ് പറഞ്ഞില്ലേ? അതൊന്നുമില്ല. അത് ഇവിടെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. ഞാൻ എന്റെ വായിൽ വന്നപ്പോ അത് പറഞ്ഞേ ഉള്ളൂ. ഒന്നുമില്ല. നമ്മൾ ജെയിൻ എയറിൽ എന്ന് പറയുന്നത് ഷാർലറ്റ് ബ്രോണ്ടിയുടെ വർക്ക് ആണ്. അത് കേട്ടിട്ടുണ്ടോ? ഫിലിം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ നോവൽ വായിച്ചിട്ടുണ്ടോ? അതിന്റെ പിന്നെ സമ്മറി ഒക്കെ വായിച്ചിട്ടുണ്ട്. അതിനകത്തൊരു മാഡ് വുമന്റെ കാര്യം പറയുന്നില്ലേ? ആരാണ് നമ്മളുടെ ക്യാരക്ടറിന്റെ പേര് മറന്നു. ആന്റനെറ്റ്. ആന്റനെറ്റ് എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. ആന്റനെറ്റ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് മാന്റെ വൈഫാണ്. ആന്റനെറ്റിനെ ഒരു മാഡ് വുമൺ ആയിട്ട് കാണിക്കുന്നു. ആന്റനെറ്റ് ഇസ് ദി സോഴ്സ് ഓഫ് ഓൾ ദാറ്റ് പ്രോബ്ലംസ് അല്ലെ? പക്ഷെ അതിനകത്ത് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, ഷീസ് എ ക്രിയോൾ വുമൺ. ഈ കൊളോണിയൽ ഇന്ററാക്ഷൻ, ക്രിയോൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ കൊളോണിയൽ പീപ്പിൾ അവരെന്ത് ചെയ്യും, അല്ല ഇംഗ്ലീഷ് പീപ്പിൾ പോയിട്ട് കോളനൈസ് ചെയ്തിട്ട് അവിടെയുള്ളവരെ കല്യാണം കഴിക്കും. ആൻഡ് അവിടെ നിന്ന് അവരുണ്ട് ഒരു മിക്സ് കൾച്ചർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലേഡിയാണ് ആന്റനെറ്റ് എന്ന് പറയുന്നത്. ആന്റനെറ്റിന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട്, അതായത് ആന്റനെറ്റ് എന്ന് പറയുന്ന സ്ത്രീ ഒരു ക്രിയോൾ വുമൺ ആണ്. ഷീസ് നോട്ട് എ പേഴ്സൺ ഹു ബിലോങ്സ് ടു ദിസ് മെയിൻ സ്ട്രീം ഇംഗ്ലീഷ് സൊസൈറ്റി. അതുകൊണ്ട് ആ സ്ത്രീയുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഔട്ട്സൈഡർ ആക്കി കാണിച്ചിട്ട് അവളൊരു മോശക്കാരിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് വൈറ്റ് സർഗാസോസി എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ള, ജീൻ റൈസ് എഴുതിയിട്ടുള്ള നോവലാണ്. അതിന് am I audible? എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ എന്തോ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. സോ വൈറ്റ് സർഗാസോസി എന്ന് പറയുന്ന അതിനകത്ത് ബെർത്ത മേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ആന്റനെറ്റ് ആണ്. ആന്റനെറ്റിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. ആന്റനെറ്റ് എങ്ങനെയാണ് വിവാഹം കഴിച്ചതെന്നുള്ളതും, പിന്നീട് ഈ പറഞ്ഞിട്ട് ഈ ആരാണ് ഹസ്ബൻഡിന്റെ പേരൊന്നും മറന്നുപോയി, ഞാൻ പണ്ടങ്ങാണ്ടോ വായിച്ചതാണ്. അപ്പൊ ഈ വീട്ടിൽ പോയിട്ട് ആന്റനെറ്റ് അവിടെ പെട്ടുപോവാണ്. അങ്ങനെ ആന്റനെറ്റ് എന്ത് ചെയ്യുന്നു, ഹലോ, ഓക്കെ, ആന്റനെറ്റ് ആ വീട്ടിൽ പോയിട്ട് ആന്റനെറ്റ് എങ്ങനെയാണ് മാഡ് വുമൺ ആവുന്നത്, ഹൗ ഷീ ബിക്കമിങ് ദാറ്റ് മാഡ് വുമൺ, ആ ഒരു സ്റ്റോറിയാ പറയുന്നത്. അപ്പൊ നമ്മൾ ഷാർലറ്റ് ബ്രോണ്ടിയുടെ വർക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നവും തോന്നില്ല. പക്ഷെ വേറെ റീഡിങ്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ പോസ്റ്റ് മോഡേൺസ് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു പെർസ്പെക്റ്റീവ് മാത്രമല്ല ഒരു കാര്യത്തിന് ഉണ്ടാവുന്നത്. ദർ ക്യാൻ ബി സെവറൽ പെർസ്പെക്റ്റീവ്സ്. പല രീതിക്കും നമുക്ക് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വൈറ്റ് സർഗാസോസിയിൽ ജീൻ റൈസ് അങ്ങനെ ഒരു കാര്യം കണ്ടതും. ഷീ സോ ഹൗ എ ക്രിയോൾ വുമൺ വാസ് ബീങ് ഡെപ്പിക്റ്റഡ് ഇൻ എ മെയിൻ സ്ട്രീം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. മെയിൻ സ്ട്രീം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ഒരു ക്രിയോൾ വുമണിനെ ഡെപ്പിക്ട് ചെയ്യുന്നത് എന്നുള്ളത് ജീൻ റൈസ് കണ്ടു. അങ്ങനെ ജീൻ റൈസ് ബിൽഡ് ചെയ്തൊരു നോവലാണ് വൈറ്റ് സർഗാസോസി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ആഫ്രിക്കൻസിന്റെ കേസിൽ സംഭവിച്ചത്. ആഫ്രിക്കൻ കൺട്രീസ് കോളനൈസ് ചെയ്യപ്പെട്ടു. അപ്പൊ അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തൊരു പരിപാടിയാണ്, അവർ പോയിട്ട് കുറെ യൂണിവേഴ്സിറ്റീസ് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു ആഫ്രിക്കയിലൊക്കെ പോയിട്ട്. അവിടെയൊക്കെ പഠിച്ചിറങ്ങിയ റൈറ്റേഴ്സ് ആണ് എച്ച്ബിനെ പോലുള്ളവരും അല്ലെങ്കിൽ വാലസ് ഹുയിൻകനെ പോലുള്ള റൈറ്റേഴ്സ് ഒക്കെ അവിടെ പഠിച്ചിറങ്ങി. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറീസിൽ അവർ വായിച്ച പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അവർ ഒരുപാട് വായിച്ചു. അങ്ങനെ വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് അവരെ പോലെയുള്ള ആൾക്കാർ, അതായത് നേറ്റീവ് പീപ്പിളിനെ എത്ര മോശക്കാരായിട്ടാണ് ലിറ്ററേച്ചറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, കാരണം അവർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടി, ദേ സ്റ്റാർട്ടഡ് റീഡിങ് ബുക്സ് ആൻഡ് ദേ അണ്ടർസ്റ്റുഡ് ഹൗ ദേ വേ ഡെപ്പിക്റ്റഡ്, അല്ലെങ്കിൽ അവരെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തെന്നുള്ളൊരു സംഭവം മനസ്സിലായി. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തത്, ദേ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അവരുടെ കൾച്ചറിനെ പറ്റിയിട്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടൊക്കെ അവർ കൂടുതൽ എഴുതി തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ പോസ്റ്റ് മോഡേണിസത്തിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ദർ ആർ സെവറൽ വേസ്. ഇപ്പം ഒരു കാര്യത്തെ നമുക്ക് ഒരു സിംഗിൾ രീതിയിലല്ല നമ്മൾ കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, പല രീതിക്ക് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റ് ആണ് പോസ്റ്റ് മോഡേണിസത്തിൽ നമുക്ക് ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പൊ അതിനെ ജസ്റ്റ് ഞാൻ വായിച്ച 2 നോവൽ വന്നപ്പോ ഒന്ന് എടുത്തു പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിച്ച ആൾക്ക് ക്ലിയർ ആയിരുന്നോ ഡൗട്ടൊക്കെ? ക്ലിയർ ആണ്, താങ്ക് യു. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ അന്നത്തെ. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായ സന്തോഷം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. or else we'll wind up. ഈ പോസ്റ്റ് മോഡേണിസം പോസ്റ്റ് സ്ട്രക്ചറലിസം ലിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അത് വേറെ തന്നെ അല്ലേ? സ്ട്രക്ചറലിസം നമുക്ക് ലിങ്ക് ചെയ്യാം, കാരണം ഡെറിഡ പോലുള്ള തിങ്കേഴ്സ് ഒക്കെ ദേ ആർ കമ്മിങ് ടു ദിസ് പോസ്റ്റ് മോഡേണിസം ഇറ്റ്സെൽഫ്. അവരെല്ലാരും പോസ്റ്റ് മോഡേണിസത്തിൽ ഉള്ളവർ തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടെ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് വേറെ കുറെ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാവും. ഇവരൊക്കെ എന്താണ് പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് തന്നെയാണ്, ഡെറിഡ, ബാറ്റ്സ് എല്ലാരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്രിറ്റിസിസം ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീപ്പ് ആവും. എല്ലാം കൂടെ ഇപ്പോഴേ ചിന്തിച്ച് സ്റ്റഫ് ചെയ്യണം. നമ്മൾ ലിറ്ററേച്ചറിന് വേണ്ട കാര്യം ഇന്ന് പഠിച്ചു, പിന്നെ ബാക്കിയുള്ള നമ്മൾ ക്രിറ്റിസിസത്തിൽ പഠിക്കാം, അതായിരിക്കും നന്നാവുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇല്ല, വളരെ കൃത്യാട്ടോ, നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. അപ്പോ
ആൻഡ് ഐ ഹോപ്പ് ഓക്കെ എന്താ പറയുന്നത് ഈ ക്ലാസ് കേട്ടിട്ടേ ശരിക്കും പഠിക്കണം എന്നുള്ള നല്ലൊരു താല്പര്യം, ആ ലിറ്ററേച്ചറിനോട് നല്ല താല്പര്യം തോന്നുന്നു. അത്രയ്ക്കും നല്ല താല്പര്യത്തോടെ കൂടെ പഠിച്ചു നോക്കുക, അപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആവുക. അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം കുറെ മോട്ടിവേഷൻ ഒക്കെ കിട്ടി ഒരാഴ്ച നമ്മൾ ഇരിക്കുമായിരിക്കും, മാക്സിമം ഒരാഴ്ച. പിന്നെ അത് നമ്മൾ ആർക്കോ വേണ്ടി പഠിച്ചു തുടങ്ങി പിന്നെ നമ്മൾ ബോർ അടിക്കും, പിന്നെ നമ്മൾ നിർത്തും, നമുക്ക് ഇൻട്രസ്റ്റ് വരില്ല. പക്ഷെ ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് എല്ലാം. ഓക്കെ, അത് എല്ലാം അങ്ങനെ തന്നെയാട്ടോ, ലിറ്ററേച്ചർ മാത്രമല്ല. നമുക്ക് കുറച്ചും കൂടെ ഭാഗ്യമാണ്, നമുക്ക് കുറെ എന്താ പറയാ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ഇരുന്ന് വായിച്ചാൽ മതി, വേറെ പണിയൊന്നും എടുക്കണ്ട. പിന്നെ പേപ്പർ 1 നല്ല കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതും നല്ലൊരു സംഭവമായിരിക്കും. സോ ഐ തിങ്ക് വിൽ വൈൻഡ് അപ്പ്. താങ്ക് യു ഓൾ. നല്ലൊരു ഓഡിയൻസ് ആയിരുന്നു. ഐ റിയലി ലവ്ഡ് ഇറ്റ്. നിങ്ങൾ കുറെ ക്ഷമിച്ചിരുന്നു, എന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളൊക്കെ സഹിച്ചിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.